മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ഇന്നിവിടെ പരിചയപ്പെടാൻ പോകുന്നത് 4 പതിറ്റാണ്ട് കാലത്തോളം കേരള യുക്തിവാദി സംഘത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നതും 15 വർഷത്തോളം ജനറൽ സെക്രട്ടറിയായി പ്രവർത്തിച്ചതും 10 വർഷക്കാലത്തോളം വൈസ് പ്രസിഡന്റായും യുക്തിരേഖ മാസികയുടെ ചീഫ് എഡിറ്ററും ആയ നിരവധി ഗ്രന്ഥങ്ങളുടെ ഗ്രന്ഥകർത്താവുമായ അഡ്വക്കേറ്റ് രാജഗോപാൽ വാകത്താനത്തെയാണ്. അദ്ദേഹത്തിന്റെ ജീവിതത്തിലേക്ക് ഒരു എത്തിനോട്ടം. താങ്കൾ യുക്തിവാദ ആശയത്തിലേക്ക് വന്ന ഒരു സാഹചര്യം ഒന്ന് വിശദീകരിക്കാമോ? അതായത് കുടുംബപരമായിട്ട് യുക്തിവാദ ആശയം താങ്കളിലേക്ക് കിട്ടിയതാണോ, അതോ താങ്കൾ സ്വയം ആർജിച്ചെടുത്ത ജീവിതാനുഭവങ്ങളിൽ നിന്നും യുക്തിവാദ ആശയം താങ്കളിലേക്ക് സംശീകരിച്ചെടുത്തതാണോ എന്ന് അതേക്കുറിച്ച് ഒന്ന് വിശദീകരിക്കാമോ? യുക്തിവാദി പ്രസ്ഥാനത്തിലേക്ക് പൊതുവെ ആളുകൾ വരുന്ന അതേ രീതി തന്നെയാണ് എന്നെ സംബന്ധിച്ച് എനിക്കും ഉണ്ടായത്. ഏതാണ്ട് വായന എന്ന് പറയുന്നതാണ് വളരെ ചെറുപ്പം തൊട്ട് തന്നെ വളരെ ആകാംക്ഷഭരിതമായി വായിക്കുന്ന ഒരാളായിരുന്നു ഞാൻ. 18-ാം വയസ്സാകുമ്പോഴേക്കും നമ്മളെ ഏതാണ്ട് മലയാളത്തിലെ ഒരുമാതിരിപ്പെട്ട നോവലുകളും അതുപോലെ വിശ്വ സാഹിത്യത്തിലെ കുറേ ക്ലാസിക്കുകളും ഒക്കെ വായിച്ചു തീർത്ത ഒരാളാണ്. അങ്ങനെ ലൈബ്രറി പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് 18-ാം വയസ്സാകുമ്പോൾ ഞാൻ ഞങ്ങളുടെ വാകത്താനം പ്രോഗ്രസീവ് ക്ലബ് ആൻഡ് ലൈബ്രറിയുടെ സെക്രട്ടറി ആയിട്ട് വരുന്നു. ആ സമയത്ത് എ.ടി. കോവൂരിൻ്റെ പുസ്തകം ആണ് യഥാർത്ഥത്തിൽ എ.ടി. കോവൂരിൻ്റെ സമാഹൃത കൃതി വായിക്കുന്നതിലൂടെയാണ് യുക്തിവാദത്തിലേക്ക് തുടങ്ങുന്നത്. പിന്നീട് MC എടമറുക് തുടങ്ങിയവരെ വായിച്ചു കഴിഞ്ഞപ്പോൾ സ്വാഭാവികമായിട്ടും യുക്തിവാദത്തിലേക്ക് വളരെയേറെ ആകർഷിക്കപ്പെട്ടു. അതിൻ്റെ മറ്റൊരു പശ്ചാത്തലം എന്ന് പറയുന്നത് എൻ്റെ ബാല്യം എന്ന് പറയുന്ന അല്ലെ കുടുംബം എന്ന് പറയുന്ന അത്രമാത്രം മതപരമായ ഒന്നും കുടുംബമായിരുന്നില്ല. വളരെ ലിബറലായിട്ടുള്ള ഒരു കുടുംബമായിരുന്നു. അച്ഛനും നാം വിശ്വാസികളായിരുന്നെങ്കിൽ പോലും അത്ര കടുത്ത മതബോധമൊന്നും നമ്മളിൽ അടിച്ചേൽപ്പിക്കുന്നുണ്ടായിരുന്നില്ല. അതേസമയം SLCക്ക് വരെ പഠിക്കുന്ന സമയത്ത് ഞാൻ കടുത്ത ഭക്തനായിരുന്നു, അമ്പലത്തിൽ പോകുമായിരുന്നു. പക്ഷേ ഈ വായന തുടങ്ങിയോടുകൂടിയാണ് യഥാർത്ഥത്തിൽ അത്തരം ഒരു ഇതിൽ നിന്ന് മാറി യുക്തി ചിന്തയിലേക്ക് നമ്മൾ വരുന്നത്. പിന്നീട് ആ സമയത്ത് തന്നെ ഏതാണ്ട് എൻ്റെ ഒരു 18-ാം വയസ്സ് സമയത്താണ് എൻ്റെ വളരെ കോട്ടയം ജില്ലയിലെ വളരെ പ്രായം ചെന്ന CC നയനാണെന്ന് പറഞ്ഞ ഒരു വൃദ്ധനായ മനുഷ്യനുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഒരു കടയുണ്ടായിരുന്നു. ആ കടയിൽ യുക്തിവാദി മാസിക വരുമായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കടയിൽ നിന്ന് യുക്തിവാദി മാസിക വാങ്ങി വായിക്കുകയും അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളായിട്ടുള്ള ചില ആളുകളും കൂടി ഞങ്ങളുടെ വാകത്താനത്ത് വരികയും വാകത്താനത്ത് വന്നിട്ട് വാകത്താനത്ത് ഒരു യൂണിറ്റ് ഉണ്ടാക്കുകയും ചെയ്യുന്നു. അങ്ങനെ യുക്തിവാദി സംഘത്തിൻ്റെ ആദ്യത്തെ കോട്ടയം ജില്ലയിലെ അക്കാലത്തെ യൂണിറ്റ് വാകത്താനത്ത് സ്ഥാപിക്കപ്പെടുന്ന 1989-ലാണ്. അങ്ങനെ 19-ാം വയസ്സിൽ ഞാൻ എൻ്റെ സെക്രട്ടറി ആകുന്നു. അങ്ങനെയാണ് യുക്തിവാദി ആദ്യം ആശയമായിട്ട് യോജിച്ച് ഈ ആശയത്തിലേക്ക് ഒരു ആകർഷണീയത തോന്നിക്കഴിഞ്ഞപ്പോഴാണ് പ്രസ്ഥാനത്തെക്കുറിച്ച്. അതെ, സ്വാഭാവികമായിട്ടും നമ്മൾ ആശയം വരുമ്പോൾ സ്വാഭാവികമായിട്ട് അതുമായിട്ട് ബന്ധപ്പെട്ട പ്രസ്ഥാനം ഉണ്ടെന്ന് അന്വേഷിക്കുമല്ലോ. ആ അന്വേഷണത്തിലാണ് ഞാൻ ഈ പറഞ്ഞ CC നയനാനെ ദേവസ്യായ പോലുള്ള ആളുകളുമായിട്ട് ബന്ധപ്പെടുന്നതും. അതിന് ശേഷം വാകത്താനത്ത് യൂണിറ്റ് ഉണ്ടാകുന്നു. 1980 കൊല്ലത്ത് നടക്കുന്ന 7ാമത്തെ സംസ്ഥാന സമ്മേളനത്തിൽ വെച്ച് ഞാൻ ഇടമറുക അതുപോലെ പവനന് കലാനാഥൻ മാഷിനൊക്കെ ആയിട്ട് ബന്ധപ്പെടുന്നു. അങ്ങനെ 80 കേരള യുക്തിവാദ സംഘത്തിൻ്റെ സംസ്ഥാന കമ്മിറ്റിയിലേക്ക് കോട്ടയം ജില്ലയുടെ പ്രതിനിധിയായിട്ട് ഞാൻ പങ്കെടുക്കുന്നതോടുകൂടിയാണ് യഥാർത്ഥത്തിൽ യുക്തിവാദി പ്രസ്ഥാനത്തിലേക്ക് വരുന്നത്. അന്ന് കലാനാഥൻ മാഷ് അതുപോലെ ഇടമറുക ഇവരൊക്കെ ആയിട്ട് വളരെ അടുത്ത പരിചയത്തിലേക്ക് പിന്നീട് വരുന്നതാണ് യുക്തിവാദി പ്രസ്ഥാനത്തിലേക്ക്. ആ സമയം താങ്കൾ പഠിക്കുന്ന കാലഘട്ടമല്ലേ? 10 വയസ്സെന്നൊക്കെ പറയുമ്പോൾ ഒരു ഏറ്റവും ചെറുപ്പകാലത്ത് പഠനം പൂർത്തിയാക്കുന്നതിന് മുൻപ് ഞാൻ ഡിഗ്രിക്ക് പഠിക്കുന്ന സമയമാണ്. ഓക്കെ, അപ്പൊ അതിനുശേഷമാണോ ഈ വക്കീലാകാൻ? അതൊക്കെ ഒത്തിരി താമസിച്ചിട്ടാണ്. ഞാൻ ജോലിയൊക്കെ കിട്ടി കഴിഞ്ഞിട്ടാണ് അങ്ങനെ ആ മേഖലയിലേക്ക് വരുന്നത്. അപ്പൊ ഈ വിദ്യാഭ്യാസ കാലഘട്ടത്തിൽ ഈ ഒരു യുക്തിവാദ ആശയം കൊണ്ട് താങ്കൾക്ക് എങ്ങനെയായിരുന്നു പൊതുസമൂഹത്തിൽ നിന്നുള്ള ഒരു സപ്പോർട്ട്, വിദ്യാലയങ്ങളിൽ നിന്നുള്ള സപ്പോർട്ട്, കലാലയങ്ങളിൽ നിന്നുള്ള സപ്പോർട്ട്, കുടുംബത്തിൽ നിന്നുള്ള സപ്പോർട്ട്, സമൂഹത്തിൽ നിന്നുള്ള സപ്പോർട്ട്? ഞാൻ 18-ാം വയസ്സ് പറയുമ്പോൾ അറിയാമല്ലോ, ഡിഗ്രിക്ക് പഠിക്കുന്ന സമയമാണ്. ഞാൻ ഡിഗ്രിക്ക് ഫസ്റ്റ് ഇയർ പഠിക്കുന്ന കാലത്ത് തന്നെ ഞാൻ അവിടെ ഒരു കോളേജിൽ അധ്യാപകനാണ്. അതായത് പാരലൽ കോളേജിലേക്ക് നമ്മൾ തന്നു. അങ്ങനെ പാരലൽ വിദ്യാഭ്യാസ മേഖല ട്യൂഷൻ പ്രസ്ഥാനത്തിൽ തുടങ്ങി. പിന്നീട് അത് പാരലൽ കോളേജിലേക്ക് വളർന്നു. അങ്ങനെ ഞാൻ ഡിഗ്രി എടുക്കുമ്പോഴേക്കും എനിക്ക് തോന്നുന്നു അവിടുത്തെ ഒരു നല്ല ശതമാനം കുട്ടികളെ ഞാൻ പഠിപ്പിക്കുന്ന ഒരവസ്ഥയുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും അതോടൊപ്പം തന്നെ ഗ്രന്ഥശാല പ്രസ്ഥാനത്തിൻ്റെ പ്രവർത്തനം, അങ്ങനെ നാട്ടിൽ നമുക്ക് അങ്ങനെ ഒരു പൊതുവായിട്ടുള്ളൊരു അംഗീകാരം ഉണ്ടായിരുന്നു. എനിക്ക് ഒരിക്കലും ഇന്ന് വരെ യുക്തിവാദിയായി എന്നതുകൊണ്ട് യാതൊരു തരത്തിലുള്ള എതിർപ്പോ അല്ലെങ്കിൽ പ്രതിഷേധങ്ങളോ വരുന്ന പ്രദേശത്തൊന്നും ഉണ്ടായിട്ടില്ല. വീട്ടിൽ നിന്ന് വിവാഹമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടുണ്ടായ ചില പ്രതിഷേധങ്ങൾക്കപ്പുറത്തേക്ക് സാമൂഹ്യമായിട്ടൊരു ബഹിഷ്കരണമോ അല്ല അത്തരത്തിലുള്ള വിയോജിപ്പോ ഓരോരുത്തരായിട്ടുള്ള മാത്രമല്ല, സ്വാഭാവികമായും
ഈ ഗ്രന്ഥശാല പ്രസ്ഥാനം, യുക്തിവാദി പ്രസ്ഥാനം, പിന്നെ എൻ്റെ അധ്യാപന മേഖല തുടങ്ങിയ മേഖലകളെ ബന്ധപ്പെടുത്തിക്കൊണ്ട് വളരെ നല്ല സാമൂഹ്യ അംഗീകാരം തന്നെ ലഭിച്ചിട്ടുണ്ടെന്നുള്ളൊരു വിശ്വാസമാണ് എനിക്കുള്ളത്. താങ്കളുടെ മാതാപിതാക്കളുടെ ഭാഗത്തു നിന്ന് ഇതിനോട് ഒരു എതിർപ്പ് ഏതെങ്കിലും കാലത്തുണ്ടായിട്ടുണ്ടോ? ബന്ധുക്കളുടെ ഭാഗത്തു നിന്നോ? എൻ്റെ അച്ഛൻ, ഞങ്ങൾ 5 പേരായിരുന്നു മക്കൾ. അച്ഛന് വളരെ കടുത്ത വിശ്വാസിയൊന്നുമല്ല, വിശ്വാസിയായിരുന്നെങ്കിലും അച്ഛൻ അത്ര കടുത്ത വിശ്വാസിയായിരുന്നില്ല, അങ്ങനെ നിർബന്ധങ്ങളുണ്ടായിരുന്നില്ല. അമ്മയും ഭക്തയായിരുന്നു. പക്ഷേ എനിക്ക് 26 വയസ്സുള്ളപ്പോൾ അമ്മ മരിച്ചുപോയി. അപ്പോൾ അമ്മ മരിക്കുന്നത് സത്യത്തിൽ ജീവിതത്തിലെ വലിയൊരു ദുരന്തത്തിൻ്റെ ഭാഗം തന്നെയായിരുന്നു. പക്ഷേ അന്ന് ആ സമയമൊക്കെ ആകുമ്പോഴേക്കും ഞാൻ വലിയൊരു സാമൂഹ്യ പ്രവർത്തകരായിട്ട് മാറുന്നു. അതായത് യുക്തിവാദി പ്രസ്ഥാനത്തിന് മാത്രമല്ല, ജാതി വിരുദ്ധ മതേതര വേദി പോലുള്ള പ്രസ്ഥാനങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള സാമൂഹിക പ്രവർത്തന രംഗത്ത് നിൽക്കുന്ന കാലത്താണ് ഞാൻ ഈ സത്യത്തിൽ അമ്മ മരിക്കുന്നത്. ആ സമയത്ത് എൻ്റെ പ്രണയമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് വീട്ടിൽ നിന്ന് കുറേ കാലം നമ്മൾ മാറി നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അന്ന് ആ കാല സമയത്ത് വീട്ടിലുള്ളവർക്ക് എന്നോട് ശക്തമായ എതിർപ്പുണ്ടായിരുന്നെങ്കിലും എൻ്റെ ഒരു സാമൂഹികമായിട്ടുള്ള ഒരു അസ്തിത്വത്തിൻ്റെ പ്രശ്നം കൊണ്ടാണ് എന്തോ നേരിട്ട് അതിനെ ആക്രമിക്കുന്ന ഒരു രീതി ഉണ്ടായിരുന്നില്ലെങ്കിലും വളരെ അല്ലെങ്കിൽ എന്താണ് ഒരു വിയോജിക്കുന്ന രീതിയിലുള്ള ഒരു നിലപാട് ഇപ്പോൾ അത് വീട്ടുകാരെടുത്തിട്ടുണ്ടെന്നുള്ള, അല്ലാതെ നേരിട്ട് അങ്ങനെ ഒരു ആക്രമിക്കുന്ന ഒരു സംഭവം ഉണ്ടായിരുന്നില്ല. പിന്നെ അങ്ങനെ ഒരു വിവാഹമൊക്കെ നടക്കുന്ന സമയത്താകുമ്പോൾ സ്വാഭാവികമായിട്ട് ഉണ്ടാകുന്ന പ്രതിഷേധങ്ങളുണ്ടായി. താങ്കൾ ഈ ആശയത്തിൽ പ്രസ്ഥാനത്തിലേക്ക് പ്രവർത്തിക്കാൻ വന്നു എന്ന് പറഞ്ഞല്ലോ, യുക്തിവാദ പ്രസ്ഥാനത്തിലേക്ക്. അത് കേരള യുക്തിവാദ സംഘത്തിലേക്ക് തന്നെയാണല്ലോ ആദ്യമായിട്ട് പ്രസ്ഥാനത്തിലേക്ക് കടന്നു വരുന്നത്. അപ്പോൾ ഈ പ്രസ്ഥാനത്തിലേക്ക് കടന്നു വന്ന് ഇതിൻ്റെ ഏത് ചുമതലയാണ് ആദ്യം വഹിച്ചത്? അപ്പോൾ ആ പ്രസ്ഥാനത്തെക്കുറിച്ച് ഒന്ന് പറയാമോ? ആ കടന്നു വന്ന കേരള യുക്തിവാദ സംഘം എന്ന പ്രസ്ഥാനത്തിൽ താങ്കൾ വഹിച്ച ആദ്യകാല ചരിത്രവും തുടർന്ന് വന്നിരുന്ന പദവികളും. ഞാൻ പറഞ്ഞല്ലോ, 1978 ഞാൻ ഗ്രന്ഥശാല പ്രസ്ഥാനവുമായി ബന്ധപ്പെടുകയും തുടർന്ന് ഞങ്ങളുടെ നാട്ടിലെ ഏറ്റവും വലിയ ലൈബ്രറിയുടെ ഭാരവാഹിയാകുകയും അങ്ങനെ ലൈബ്രറി പ്രസ്ഥാനമായിട്ട് വളരെ ബന്ധപ്പെട്ട് നിൽക്കുന്നു. ലൈബ്രറിയിൽ ഞങ്ങളുടെ ഒരു ആർട്സ് ക്ലബ്ബുണ്ട്, അതിൽ എൻ്റെ നാടക പ്രസ്ഥാനവുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നു. കുറേ കാലം നാടകം കൊണ്ട് നടന്നു. അങ്ങനെ എല്ലാം വളരെയേറെ ഒരു പൊതു സ്വീകാര്യത ഞാൻ വിശ്വസിക്കുന്നു. അങ്ങനെ രീതിയായിട്ടുള്ള ഒരു പൊതു സ്വീകാര്യത നാട്ടിലുണ്ടായിരുന്നു എന്നതുകൊണ്ട് തന്നെ നാട്ടിലെ യൂണിറ്റ് ഉണ്ടാകുന്നു, നാട്ടിലെ പരിപാടി വെക്കുന്നു. പിന്നീട് 1980 കഴിയുമ്പോഴത്തേക്കും കോട്ടയത്ത് കേരള യുക്തിവാദ സംഘത്തിൻ്റെ വലിയൊരു ജില്ലാ സമ്മേളനം, 81 വലിയൊരു ജില്ലാ സമ്മേളനം കോട്ടയം ഇന്ദ്രപ്രസ്ഥ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടക്കുന്നു. അന്ന് പവനെ, കലാനാഥനെ, ഇടമറുക് തുടങ്ങിയിട്ടുള്ള പ്രഗത്ഭന്മാരെ എല്ലാം പങ്കെടുപ്പിച്ചു നടത്തിയ വലിയൊരു സമ്മേളനമായിരുന്നു. അപ്പോൾ ആ സമ്മേളനത്തോടു കൂടിയാണ് ഞാൻ ജില്ലാ സെക്രട്ടറി ആയിട്ട് മാറുന്നത്. അതിന് മുമ്പ് PT ദേവസ്യ എന്ന് പറയുന്ന ആളായിരുന്നു സെക്രട്ടറി. അതുപോലെ എൻ്റെ ജ്യേഷ്ഠനുണ്ടായിരുന്നു. പിന്നെ കുറേ അധികം ആളുകൾ രംഗത്തേക്ക് വരികയും അങ്ങനെ കോട്ടയത്തൊരു ജില്ലാ കമ്മിറ്റി വളരെ ശക്തമായി നിൽക്കുന്ന സമയത്താണ്. അതേ കാലഘട്ടത്തിൽ 80കളെന്ന് പറയുന്നത് വലിയ പ്രധാനപ്പെട്ട ഒരു കാലമാണ്. ആ സമയത്ത് തന്നെയാണ് 86 കോട്ടയത്ത് സംസ്ഥാന സമ്മേളനം നടക്കുന്നത്. അപ്പോൾ 11ാം സംസ്ഥാന സമ്മേളനം കോട്ടയത്ത് നടക്കാനുള്ള ഒരാവേശത്തിലേക്ക് സംഘടന വളർന്നു വരികയും മിക്കവാറും വളരെയധികം യൂണിറ്റുകളും ഒക്കെ തന്നെ ഉണ്ടാവുകയും കുറേ അധികം പ്രവർത്തകന്മാർ സംഘടനാ രംഗത്തേക്ക്, പ്രത്യേകിച്ച് KK ദാസ്, ജോസഫ് ആന്റണി, ജോൺ പാറയിൽ, VK വിശ്വംഭരൻ, TK രവീന്ദ്രൻ തുടങ്ങിയിട്ടുള്ള അന്ന് കോട്ടയത്ത് അറിയപ്പെടുമായിരുന്ന നല്ല ഒരു കൂട്ടം ആളുകൾ, ബാലചന്ദ്രന്, അതുപോലെ PK കുമാരന് തുടങ്ങിയിട്ടുള്ള അധികം ഉത്തരവാദിത്തപ്പെട്ട ഒട്ടേറെ പ്രവർത്തകർ വരികയും കോട്ടയം ജില്ലാ സമിതി വളരെ ശക്തമായൊരു സമിതി ആയിരിക്കുന്ന സമയത്താണ് 86 കോട്ടയത്ത് സംസ്ഥാന സമ്മേളനം നടക്കുന്നത്. ആ സംസ്ഥാന സമ്മേളനത്തിൻ്റെ സ്വാഗതസംഘം ചെയർമാൻ അഡ്വക്കേറ്റ് കുമരകൃഷ്ണൻ കുട്ടിമന്നാനായിരുന്നു. അതുപോലെ VK ചിത്രഭാനു, കമ്മ്യൂണിസ്റ്റ് ബേബി എന്ന് പറയുന്ന ബേബിച്ചായന് തുടങ്ങിയ വലിയൊരു വിപുലമായ ഒരു ശ്രേണി അന്ന് സംസ്ഥാന സമ്മേളനം നടത്തിയിട്ടുണ്ട്. അന്ന് സംസ്ഥാന സമ്മേളനത്തിൻ്റെ സ്വാഗത സംഘം ജനറൽ കൺവീനർ ഞാനായിരുന്നു. അന്ന് പവനസാറ് കോട്ടയത്തുണ്ട്. വളരെ വിപുലമായ ഒരു സമ്മേളനമാണ് യഥാർത്ഥ കോട്ടയത്ത്. അന്ന് ആ സമ്മേളനം ഒരുപക്ഷെ കോട്ടയത്തിൻ്റെ ചരിത്രത്തിൽ അത്രയും വലിയൊരു സംസ്ഥാന സമ്മേളനം പിന്നീട് കോട്ടയത്ത് സംസ്ഥാന സമ്മേളനം നടന്നിട്ടുണ്ടെങ്കിൽ പോലും ഈ 86 നടക്കുന്ന സംസ്ഥാന സമ്മേളനത്തിന് വലിയൊരു പ്രാധാന്യം അവിടെ ഉണ്ടായിരുന്നു. അന്ന് സാറായിരുന്നു അതിൻ്റെ നേതൃത്വത്തിൽ ഉണ്ടായിരുന്നത്. അന്ന് ഞാൻ ജില്ലാ സെക്രട്ടറിയും അതേസമയം തന്നെ ഈ സ്വാഗത സംഘത്തിൻ്റെ ജനറൽ കൺവീനറുമായിരുന്നു ഞാൻ. അതിനിടയ്ക്ക് പറയേണ്ട ഒരു കാര്യം, ഇതേ സമയത്ത് തന്നെ 84 കോട്ടയം കേന്ദ്രീകരിച്ചിട്ട് ജാതിവിരുദ്ധ മതേതര വേദി എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനം വന്നു. അത് CPI MLA, കേരള യുക്തിവാദി സംഘം, CDN സർവീസ് സൊസൈറ്റി തുടങ്ങിയ ആളുകളുടെ സംഘടനകളുടെ ആഭിമുഖ്യത്തിലാണ് ജാതിവിരുദ്ധ മതേതര വേദി എന്ന് പറഞ്ഞ് ജാതിക്കും മതത്തിനും അതീതമായിട്ടുള്ള ഒരു കാഴ്ചപ്പാട് വെച്ചുകൊണ്ട് വരുത്തുന്ന ഒരു പരിപാടിയായിരുന്നു. അതിൻ്റെ കൺവെൻഷന് വിപുലമായ സംസ്ഥാന കൺവെൻഷൻ നടന്ന തലയോലപ്പറമ്പിലാണ്. ആ തലയോലപ്പറമ്പ് കൺവെൻഷൻ സത്യത്തിൽ വലിയ ഒരു അത്ഭുതകരമായ റിയാക്ഷൻ ഉണ്ടാക്കിയ ഒരു സമ്മേളനമായിരുന്നു. പക്ഷേ
ആ വർഷത്തിൽ കൺവീനറായിട്ട് ഞാൻ തിരഞ്ഞെടുക്കപ്പെട്ടു. പിറ്റേ വർഷം പള്ളുരുത്തിയിൽ നടന്ന എൻ്റെ കൺവെൻഷനിൽ ഞാൻ സംസ്ഥാന സെക്രട്ടറി ആയിട്ടും ടി പരമേശ്വരൻ സംസ്ഥാന പ്രസിഡൻ്റായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടു. പക്ഷേ ആ പ്രസ്ഥാനം ഉയർത്തിക്കൊണ്ടുവന്ന 3-4-5 ജില്ലകളിലായിട്ട് വലിയ ഒരു ജാതി വിരുദ്ധ മനോഭാവവും പുതിയ മുദ്രാവാക്യങ്ങളും ഒക്കെ ഉയർത്തിക്കൊണ്ടുവരും. ആ കാലത്താണ് നമ്മുടെ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിൻ്റെ പ്രശ്നം വരുന്നത്. അതുപോലെ തന്നെ PM ആൻ്റണിയുടെ നാടകം തുടങ്ങിയിട്ടുള്ളതെല്ലാം വരികയും അതുമായിട്ടെല്ലാം ബന്ധപ്പെടുത്തിക്കൊണ്ടുണ്ടായിട്ടുള്ള ഒട്ടേറെ സാമൂഹിക പ്രവർത്തനങ്ങളും ഇടപെടലുകളും പ്രതിരോധങ്ങളുമൊക്കെ നടന്നതുകൊണ്ട് വളരെ സ്വാഭാവികമായും സംഘടനയ്ക്ക് ആ തരത്തിലേക്കുള്ള ഒരു വളർച്ചയുണ്ടായി. പക്ഷേ അവിടെ ഇടയ്ക്ക് സംഭവിച്ചൊരു കുഴപ്പം എന്താണെന്ന് ചോദിച്ചാൽ, എനിക്ക് അതിനിടയിൽ ഈ CPIML പ്രസ്ഥാനമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് നിന്നതുകൊണ്ടും അതിൻ്റെ മുൻനിരയിൽ നിന്നതുകൊണ്ടും എനിക്ക് നക്സലൈറ്റ് എന്ന് പറയുന്ന ഒരു പേര് അല്ലെങ്കിൽ ഒരു പേരല്ല, എന്താ പറയുന്ന ഒരു അവസ്ഥ ചാർത്തി കെട്ടുകയും സംഘത്തിനകത്ത് തന്നെ പലർക്കും അതൊരു അഭിപ്രായ വ്യത്യാസമാവുകയും ചെയ്തു. അതേസമയം തന്നെ CPIML പ്രസ്ഥാനത്തിനകത്തുണ്ടായിട്ടുള്ള അവരുടെ കമ്മ്യൂണിസ്റ്റുകാർക്ക് പൊതുവായിട്ടുണ്ടാകുന്ന ചില അടവും തന്ത്രത്തിൻ്റെയൊക്കെ ഭാഗമായി വളരെ ക്രമേണ ഒരു 4-5 വർഷങ്ങൾക്കുള്ളിൽ ജാതിവിരുദ്ധ മതേതരവേദി എന്ന് പറയുന്നത് ഏതാണ്ട് ഇല്ലാതെയാകുന്ന ഒരു അവസ്ഥ വന്നു. സത്യത്തിൽ ആ പ്രസ്ഥാനം അതേ രീതിയിൽ വളർന്നു വന്നിരുന്നെങ്കിൽ ഇന്ന് കേരളത്തിൽ ഇത്രമാത്രം രൂക്ഷമായിട്ടുള്ള ഒരു ജാതീയത അല്ലെ മതഭീകരതയുടെ പ്രശ്നം ഉണ്ടാകുമായിരുന്നില്ലെന്ന് തോന്നുന്നു. കാരണം അത്രമാത്രം നല്ല ഒരു ആശയപരമായും ഒക്കെ ഉള്ള ഒരു വലിയ പ്രസ്ഥാനമായിരുന്നു. സാർ പ്രവർത്തിക്കുന്ന ആദ്യകാലത്ത് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൽ ഈ ജാതീയതക്കെതിരെയുള്ള ഒരുപാട് പ്രവർത്തനങ്ങൾ അവർ നടത്തിയിരുന്നതായിട്ട് ആദ്യകാലത്ത് അനുഭവപ്പെട്ടിട്ടില്ലേ? അതിൽ നിന്ന് ഇപ്പോഴത്തെ ഒരു രാഷ്ട്രീയത്തിലേക്ക് വരുമ്പോൾ ആ പ്രസ്ഥാനത്തിന് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൽ നിന്ന് ഇത്തരം ആശയത്തിലേക്കുള്ള വരവ് അല്ലെങ്കിൽ ആശയപ്രചാരണത്തിലേക്കുള്ള ഒരു കുറവ് തോന്നിയിട്ടുണ്ടോ ആദ്യകാലവും ഇപ്പോഴത്തെ കാലഘട്ടവും? വളരെ വ്യക്തമായിട്ടുണ്ട്. കാരണം എന്താ വെച്ചാൽ ഞാനൊരിക്കലും ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അംഗം ഒരിക്കലും ഇന്നുവരെ ആയിട്ടില്ല. പക്ഷേ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുമൊക്കെ ആയിട്ട് വളരെയേറെ ബന്ധങ്ങൾ എനിക്കുണ്ടായിരുന്നു. അതിലെ ആളുകളും പ്രവർത്തകരുമൊക്കെ അടുത്ത് ബന്ധമുണ്ടായിരുന്നു. പ്രത്യേകിച്ച് CPIML റെഡ് ഫ്ലാഗിൻ്റെ അക്കാലം അന്ന് കെ വേണു അല്ലെങ്കിൽ KN രാമചന്ദ്രൻ അതുപോലെ തന്നെ MN രാവുണ്ണി തുടങ്ങിയ ആളുകളൊക്കെ അന്ന് ഒരുമിച്ച് നിന്ന കാലവും അവർ വിഘടിച്ച കാലങ്ങളും ഒക്കെ പലപ്പോഴും അതിൻ്റെ പല രംഗത്തും സാക്ഷികളാകാൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ അത് കഴിഞ്ഞിട്ട് പിന്നീട് ഞാൻ ഇടതുപക്ഷം ഈ ദേശാഭിമാനി സ്റ്റഡി സർക്കിൾ അതുപോലെ തന്നെ പുകാസായുടെയൊക്കെ ആദ്യകാല പ്രവർത്തകൻ എന്ന നിലയിൽ ഞാൻ കുറച്ച് പങ്കെടുത്തിട്ടുണ്ട്. ഒരിക്കലും നേതൃത്വത്തിലേക്ക് വന്നിട്ടില്ല. കാരണം എനിക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ഒരു അംഗമാവുക എന്ന് പറയുന്നത് എനിക്കൊട്ടും ഇഷ്ടമുള്ള കാര്യമായിരുന്നില്ല. കാരണം യുക്തിവാദി പ്രസ്ഥാനത്തിൽ നിൽക്കുകയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ഒരുമിച്ച് നിൽക്കുകയും ചെയ്യുമെന്ന് പറയുന്നുണ്ടാകുന്ന വൈരുദ്ധ്യങ്ങളുടെ ഒരു പ്രശ്നം. പിന്നീടാണെങ്കിൽ SUCIയുടെ ജനകീയ പ്രതിരോധ സമിതി എന്ന പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് 5-8 വർഷങ്ങളോളം അവരോടൊന്ന് പ്രവർത്തിച്ചിട്ടുണ്ട്. പക്ഷേ അതിൽ എനിക്ക് തോന്നിയൊരു പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ, അത് ശരിയോ തെറ്റോ എന്ന് എനിക്കറിയില്ല. ഈ കമ്മ്യൂണിസ്റ്റുകാർ പൊതുവെ അത് ഏത് കമ്മ്യൂണിസ്റ്റുകാരായാലും അവർ ജാതിയോടും മതത്തോടും എടുക്കുന്ന നിലപാടുകളെന്ന് പറയുന്നത് വളരെ അവസരവാദപരമായിട്ടുള്ളതാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കാരണം ഞാൻ നേരിട്ട് അനുഭവിച്ചിട്ടുള്ള കാര്യം, ഇലക്ഷൻ താല്പര്യത്തിനപ്പുറത്തേക്ക് ഒരു വോട്ട് രാഷ്ട്രീയത്തിനപ്പുറത്തേക്ക് വളരെ കൃത്യമായ നിലപാടില്ല. അതായത് യുക്തിവാദിൽ എടുക്കുന്ന നിലപാട് പോലും കേരളത്തിൽ ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് എടുക്കാൻ കഴിഞ്ഞിട്ടില്ല. കഴിഞ്ഞിരുന്നുവെങ്കിൽ കേരളത്തിൽ ഇത്രയും ഭീകരമായിട്ടുള്ള ഒരു വർഗീയതയിലേക്ക് ഒരു ജാതീയതയിലേക്ക് പോകുമായിരുന്നില്ല. കാരണം പാർട്ടിക്ക് പ്രസംഗത്തിൽ മാത്രം, ഏത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും പ്രസംഗത്തിൽ മാത്രമാണ് അവരെപ്പോഴും ഈ ജാതി മതത്തെക്കുറിച്ച് പറയും. മറിച്ച് അവരുടെ ഒക്കെ വ്യക്തി ജീവിതത്തിലേക്ക് വരുമ്പോൾ മാത്രമല്ല, വ്യക്തി ജീവിതത്തിലേക്ക് വരുമ്പോൾ അവരതൊരു സാമൂഹിക പ്രയോഗമായിട്ട് ഒരിക്കലും അതിനെ കൊണ്ടുവരാൻ അവർക്ക് താല്പര്യമില്ല. മറിച്ച് പറയും ജാതി മതം അതീതമാണെന്ന് പറയും. പക്ഷേ നമ്മൾ യുക്തിവാദികൾ ചെയ്യുന്ന അത്രയും പോലും മിശ്രവാഹിതരായിട്ടുള്ള എത്ര കമ്മ്യൂണിസ്റ്റുകാർ കേരളത്തിലുണ്ട്? അല്ലെങ്കിൽ അത്ര മിശ്രവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്ന നിലപാടാർക്കാണുള്ളത്? അല്ല, ജാതിക്ക് അതീതമായിട്ടുള്ള അവരുടെയൊക്കെ വിവാഹ ജീവിതമല്ല, മനുഷ്യൻ്റെ ജീവിതത്തിലൂടെയാണല്ലോ ജാതി വർക്കൗട്ട് ചെയ്യുന്നത്, ജീവിത പ്രക്രിയകളിലൂടെയാണ്. അത്തരം പ്രക്രിയകളിൽ ഏതൊരു പ്രക്രിയയിലാണ് അവർ ജാതിക്കെതിരായിട്ടൊരു നിലപാട് അവരുടെ മക്കളുടെ വിദ്യാഭ്യാസ കാര്യത്തിലോ അല്ലെങ്കിൽ താലി കെട്ടുന്ന കാര്യത്തിലോ കല്യാണത്തിലോ മരണത്തിലോ മരണാനന്തര ചടങ്ങുകളിലോ ഒന്നും അങ്ങനെ ചെയ്യാറില്ല. ഉദാഹരണത്തിന് ഏറ്റവും നല്ല ഉദാഹരണം, കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എത്രയോ നേതാക്കന്മാർ ഭരിച്ചിട്ടുണ്ട്. എത്ര പേരുടെ ശവം അവർ ബ്രദ് മെഡിക്കോളിന് കൊടുത്തിട്ടുണ്ട്. അതേസമയം ഒന്നും അറിയപ്പെടാത്ത യുക്തിവാദികൾ, എത്ര 100 കണക്കിന് യുക്തിവാദികൾ അവരുടെ ശരീരം മെഡിക്കൽ കോളേജിന് ദാനം ചെയ്യുമ്പോൾ കേരളത്തിലെ കൊടികെട്ടിയ ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാവ് അത് ചെയ്യുന്നില്ല എന്ന് മാത്രമല്ല, അവരുടെയൊക്കെ ചിതാഭസ്മങ്ങൾ കൊണ്ടുപോയി നിമജ്ജനം ചെയ്യുന്ന കർമ്മങ്ങളിലേക്കാണ് നമ്മൾ കാണുന്നത്. അപ്പം ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് ചോദിച്ചാൽ, ജാതിക്കും മതത്തിനെതിരായി സംസാരിക്കുകയും പാർട്ടി പരിപാടികൾ ഉൾപ്പെടുത്തുകയും ചെയ്യുന്നത് കേവലം ഒരു അടവ് നയം എന്ന് മാത്രം അവരെപ്പോഴും പറയാറുണ്ട്. പാർട്ടിയെ സംബന്ധിച്ച് അടവത്തിൻ്റെ തന്ത്രത്തിൻ്റെ നയങ്ങളാണ്. പക്ഷേ ജാതിക്കും മതത്തിനെതിരായി അത്രയൊരു തന്ത്രമെടുക്കുന്നത് കൊണ്ടോ അടവെടുക്കുന്നത് കൊണ്ടോ ഒരിക്കലും ജാതീയതയ്ക്കെതിരായ ഒരു സമരമായിട്ട് അതിനെ ഉയർത്തിക്കൊണ്ടുവരാൻ കഴിയുന്നില്ല.
മാത്രമല്ല ജാതി നശീകരണം എന്ന് പറയുന്നത് കേരളത്തിലെ ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെയും പരിപാടിയായിട്ട് എനിക്ക് തോന്നുന്നില്ല. പണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി, അഭിയുക്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പാർട്ടി പരിപാടിക്കകത്ത് ജാതി നശീകരണം ഒരു ലക്ഷ്യമായിരുന്നെങ്കിൽ ഇപ്പോഴത്തെ ഒരു പാർട്ടിയുടെ പരിപാടിക്കകത്തും ജാതിക്കെതിരായിട്ടുള്ള ഒരു നിലപാട് അവർ ഉയർത്തിക്കൊണ്ട് വരുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് അവർക്ക് സംവരണത്തിനെതിരെ ചെയ്യാൻ പറ്റാത്തത്, നിലപാട് എടുക്കാൻ പറ്റാത്തത്. അപ്പോൾ ഈ കാലഘട്ടത്തിലെങ്കിലും കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഈ നാടിൻ്റെ അപജയം തിരിച്ചറിഞ്ഞ് ജാതീയതയ്ക്കെതിരെ പ്രവർത്തിക്കേണ്ട ഒരു കാലഘട്ടം ആയിട്ട് പോലും ഒരു പുരോഗമന പ്രസ്ഥാനം എന്ന നിലയ്ക്ക് അവർ കുറേ കൂടി ഉണർന്ന് പ്രവർത്തിക്കേണ്ടതല്ലേ? ഈ ഒരു ഇത്ര അധികം നാശത്തിലേക്ക് രാജ്യം കൂപ്പുകുത്തുന്നത് കാണുമ്പോഴെങ്കിലും അവർ ഉണർന്ന് ചിന്തിക്കേണ്ടതല്ലേ? പക്ഷെ അവർക്ക് എവിടെ നിന്ന് അതിനുള്ള സോഴ്സ്? അതാണ് പ്രശ്നം. ഇവരുടെ റിസോഴ്സ് എന്താണെന്നുള്ളതാണ്. കാരണം ഇന്ത്യയെ സംബന്ധിച്ച്, ഇന്ത്യയെക്കുറിച്ച് പഠിക്കുന്നതിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്ക് ഉണ്ടായിട്ടുള്ള പരാജയം അതായിരിക്കും. ഞാൻ വായിച്ചറിഞ്ഞുള്ള അറിവിലാണ് കേരളത്തിൽ നിന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാർ ലെനിനെ കാണാൻ പോയിട്ടുണ്ട്, ബെർലിൻ കുഞ്ഞനന്തൻ നായരെ പോലുള്ള ആൾ പോയിട്ടുണ്ട്, അവർ മാവോയെ കാണാൻ പോയിട്ടുണ്ട്. പക്ഷേ അവരൊക്കെ മാവോയും ലെനിനും ഒക്കെ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ, ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതാക്കളോട് പറഞ്ഞത് നിങ്ങൾ ഇന്ത്യയെക്കുറിച്ച് പഠിച്ചിട്ട് ഇന്ത്യക്കനുസൃതമായിട്ടുള്ള ഒരു പാർട്ടി പരിപാടി നിങ്ങൾ തയ്യാറാക്കുക എന്നാണ്. മറിച്ച് ഇന്ത്യയെക്കുറിച്ച് പഠിക്കുന്നതിൽ പരാജയപ്പെട്ടു പോയിട്ടുള്ള ഒരു കൂട്ടം ആളുകളാണ് യഥാർത്ഥത്തിൽ ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റുകാർ. കാരണം ഇന്ത്യൻ ജാതി വ്യവസ്ഥയെ അവരുടെ ഒരു പാർട്ടി പരിപാടിയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. അംബേദ്കറെ അവരെന്നും ഒരു ശത്രുവായിട്ടാണ് കണ്ടത്. ഇന്ത്യയെ ശരിക്കും കമ്പോട് അടിച്ചിട്ടുള്ള ഒരു മനുഷ്യനാണ് അംബേദ്കർ, അല്ലെ പ്രത്യയശാസ്ത്രപരമെന്നല്ല. പക്ഷേ ആ അംബേദ്കറെ അന്നും ഇന്നും ഒരു ശത്രുവിനെ പോലെ കാണുന്ന ഒരു നിലപാട് നിൽക്കുന്നത് കൊണ്ട് തന്നെ വളരെ സ്വാഭാവികമായി ഇന്ത്യ എന്താണ്, ഇന്ത്യയുടെ ഉൾക്കാമ്പ് എന്താണ്, ഇന്ത്യയുടെ നിലനിൽപ്പ് അല്ല ഇന്ത്യയുടെ പ്രശ്നങ്ങളുടെ മുഖ്യ ഹേതു എന്താണ് എന്നുള്ളത് പഠിക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല. കേവലം വർഗസമരം എന്ന കാഴ്ചപ്പാടിനെ ഇന്ത്യൻ സാമൂഹിക രാഷ്ട്രീയ സാഹചര്യങ്ങളുമായി ഇണക്കി ചേർക്കുന്നതിൽ ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്ക് പരാജയം പറ്റിയിട്ടുണ്ട്. അത് ഇന്ത്യയിലെ CPMLകളാണെങ്കിലും ഇവർ ഈ നൂലാമാലകൾ പറഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ ആശയത്തിൻ്റെ തലമുടിനാരുടെ കീറി തർക്കിക്കുമ്പോൾ, ഞാൻ പല തർക്കം കേട്ടിട്ടുള്ളതുകൊണ്ടാണ് പറയുന്നത്, ആ തർക്കങ്ങൾ അവർ പറയുമ്പോഴും അവർ ഇന്ത്യയുടെ മുഖ്യ വൈരുദ്ധ്യങ്ങൾ എന്താണ്, ഇന്ത്യയിൽ വർഗ്ഗസമരം എവിടെയാണ്, ഇന്ത്യയിൽ വർഗ്ഗമാരാണ്, ജാതിയാണോ വർഗ്ഗമാണോ? ഇപ്പോൾ EMS ഒക്കെ വളരെ തെറ്റായിട്ടുള്ള കാര്യങ്ങൾ അതേക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഇന്ത്യയിൽ ജാതിയാണ് വർഗ്ഗം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അത് വളരെ തെറ്റായിട്ടുള്ള അടിസ്ഥാനരഹിതമായിട്ടുള്ള കാര്യങ്ങളാണ്. ഇത്തരം കുറേ പഠനങ്ങൾ അവർ നടത്തുമ്പോഴും ആധുനികമായ ഇന്ത്യൻ സമൂഹത്തിൻ്റെ വൈരുദ്ധ്യങ്ങളെ പരിശോധിക്കാനോ അതിൽ ഭൂരിപക്ഷം വരുന്ന പട്ടികയിൽ പാവപ്പെട്ട ജനങ്ങളെ സംബന്ധിച്ച് അവരെ എങ്ങനെയാണ് തങ്ങളുടെ പക്ഷത്തിൽ കൊണ്ടുവരുന്നത് എന്നതിനെ സംബന്ധിച്ച് കൃത്യമായ നിലപാട് അവർക്ക് ഇല്ല. അത് സ്വാഭാവികം ഇല്ലാതെ പോയത് അവരുടെ പാർലമെൻ്ററി താല്പര്യത്തിൻ്റെ ഭാഗമായിരിക്കാമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പോൾ കേരള യുക്തിവാദ സംഘത്തിൻ്റെ ഭാഗമായി നിന്നുകൊണ്ട് താങ്കൾ ചെയ്തിരിക്കുന്ന ഇത്തരം പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ്? ജാതീയതയ്ക്കെതിരെ ആണല്ലോ എന്നും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന സംഘടനയാണല്ലോ കേരള യുക്തിവാദ സംഘം. അപ്പോൾ ആ സംഘടനയ്ക്കുള്ളിൽ നിന്നുകൊണ്ട് എന്തൊക്കെ പ്രവർത്തനങ്ങളിൽ മുഖ്യമായിട്ടും പ്രധാനമായിട്ടും നമുക്ക് മാറ്റം വരുത്താൻ പറ്റിയ സാറിൻ്റെ ഇടപെടലുകൊണ്ട് എന്തൊക്കെ കാര്യങ്ങൾ ഈ സംഘടനയുടെ ഇടപെടലുകൊണ്ട് സാധിച്ചിട്ടുണ്ടെന്നൊന്ന് വ്യക്തമാക്കാമോ? എൻ്റെ ഒറ്റപ്പെട്ട ഇടപെടലുകൊണ്ടൊന്നും വലിയൊരു കാരണം യുക്തിവാദി പ്രസ്ഥാനത്തെ സംബന്ധിച്ച് അങ്ങനെ ഒരു അവതാര കാഴ്ചപ്പാടുള്ള ഒരിക്കലും ഇല്ലല്ലോ. യുക്തിവാദി സംഘം എന്ന നിലയിൽ നമ്മൾ കാലാകാലങ്ങൾ ഉയർത്തിയിട്ടുള്ള ഒട്ടേറെ മുദ്രാവാക്യങ്ങളുണ്ട്. പ്രത്യേകിച്ച് യുക്തിവാദി പ്രസ്ഥാനം എക്കാലത്തും ജാതിക്കും മതത്തിനും അതീതമായിട്ടുള്ള എതിരായി ജാതി മത നശീകരണമാണ്, മതങ്ങൾ മണ്ണടിയട്ടെ അല്ല മനുഷ്യമൊന്നാകട്ടെ എന്നുള്ളതാണ് നമ്മുടെ കാഴ്ചപ്പാട്. യുക്തിവാദി സംഘം അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ധാരാളം പരിപാടികൾ ഇട്ടിട്ടുണ്ട്. ആ പരിപാടികൾ ഒപ്പം തന്നെ ഒരു മിശ്രവാഹ പ്രസ്ഥാന യുക്തിവാദ സംഘത്തിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഉയർത്തിക്കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പം മിശ്രവാഹത്തിലായിട്ടുള്ള ആളുകളെ സംഘടിപ്പിക്കുന്ന ആ രീതിയിലുള്ളൊരു പ്രവർത്തനമുണ്ട്. പിന്നെ നമ്മുടെ പ്രവർത്തന ക്യാമ്പയിനുകളെല്ലാം തന്നെ ഇപ്പോൾ എനിക്ക് തോന്നി 84-ൽ 79-ൽ യു കലാനാഥൻ്റെ നേതൃത്വത്തിലാണ് കേരളത്തിൽ ആദ്യമായി ഒരു ജാതി നശീകരണ ജാഥ നടക്കുന്നത്. ആ ജാതി നശീകരണ ജാഥ കാസർഗോഡ് നിന്ന് തിരുവനന്തപുരം വരെ എത്തുമ്പോൾ അന്ന് ദേശാഭിമാനി എഴുതിയ എഡിറ്റോറിയൽ ജാഥ നടത്തിയാൽ ജാതി പോകുമെന്നായിരുന്നു. അത് കഴിഞ്ഞിട്ട് 84-ൽ കലാഭവൻ മാഷ് ക്യാപ്റ്റനും ഞാൻ വൈസ് ക്യാപ്റ്റനുമായി കാസർഗോഡ് നിന്ന് വീണ്ടും ആരംഭിച്ച ഒരു ജാഥയിൽ നമ്മൾ ഏറ്റവും കൂടുതലായിട്ട് ഉന്നയിച്ചത് വർഗീയതയ്ക്കെതിരായിട്ടുള്ള മുദ്രാവാക്യം, ഏകീകൃത സിവിൽ നിയമം നടപ്പിലാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട്, മതമുക്ത രാഷ്ട്രീയം ബില്ല് പാസ്സാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടൊക്കെ 80-കൾ മുതൽ നമ്മൾ ക്യാമ്പയിൻ നടത്തിയാണ്. ആ ക്യാമ്പയിനുകൾ അന്ന് ഉന്നയിച്ച മുദ്രാവാക്യങ്ങൾ ഇന്ന് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്നു എന്നുള്ളത് യുക്തിവാദി പ്രസ്ഥാനത്തിൻ്റെ കാര്യം. കാരണം വെച്ചാൽ മതമുക്ത രാഷ്ട്രീയം എന്ന് പറയുന്ന മതത്തെ രാഷ്ട്രീയത്തിൽ നിന്ന് മോചിപ്പിക്കാമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഏറ്റവും ദീർഘമായ ക്യാമ്പയിനുകൾ നടത്തിയിട്ടുള്ളത് യുക്തിവാദ സംഘമാണ്. അത് കേരളത്തിൽ അതിലേറ്റവും കൂടുതൽ സ്മരണീയനായ നാമം എന്ന് പറയുന്ന കലാനാഥ മാഷിൻ്റെയാണ്. കാരണം അദ്ദേഹം അഖിലേന്ത്യാ സംഘടനയുടെ ജനറൽ സെക്രട്ടറി ആയിരിക്കുന്ന കാലത്താണ്
ഡൽഹിയിൽ 2 തവണ നമ്മൾ പാർലമെൻറ്റ് മാർച്ച്, മതമുക്ത രാഷ്ട്രീയത്തിലുള്ള പാർലമെൻറ്റ് മാർച്ച് നടത്തി. അതുപോലെ ഇന്ത്യയിൽ നമ്മൾ ബില്ല് തയ്യാറാക്കിയിട്ട് ഇന്ത്യയിലെ മുഴുവൻ MP-മാർക്കും അന്നത്തെ പ്രധാനമന്ത്രിക്കും ഒക്കെ സബ്മിറ്റ് ചെയ്തു. അതുപോലെ ഏകീകൃത സിവിൽ നിയമം നടപ്പിലാക്കണമെന്ന് ആവശ്യപ്പെട്ടുള്ള ക്യാമ്പയിൻ നമ്മൾ നടത്തി. അങ്ങനെ ഇന്ത്യയിലെ അടിസ്ഥാനപരമായിട്ടുള്ള ഒട്ടേറെ പ്രശ്നങ്ങളെ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള സാംസ്കാരിക രംഗത്തെ ഇടപെടലുകൾ മാത്രം നമുക്ക് നടത്തിയിട്ടുള്ളൂ. നമുക്കൊരിക്കലും രാഷ്ട്രീയപരമായ ഇടപെടലുകൾ നടത്താനായിട്ട് പറ്റുന്ന ഒരു പ്രസ്ഥാനമല്ല നമ്മൾ സാംസ്കാരിക പ്രസ്ഥാനം എന്ന നിലയിൽ. പക്ഷേ അന്ന് നമ്മൾ ഉയർത്തിയ ജാതി വിരുദ്ധതയുടെയും മതനിരപേക്ഷതയുടെയും സിവിൽ കോഡിൻ്റെയും അല്ലെങ്കിൽ മതമുക്ത രാഷ്ട്രീയത്തിൻ്റെയും മുദ്രാവാക്യങ്ങൾക്ക് ഇന്ന് ഇന്ത്യയിൽ വർദ്ധിച്ച പ്രാധാന്യമുണ്ടായി എന്ന് പറയുന്നത് യുക്തിവാദി പ്രസ്ഥാനത്തിൻ്റെ ഒരു പ്രസക്തി തന്നെയാണെന്നാണ് എൻ്റെ കാര്യം. ആദ്യത്തെ ആ ഒരു ജാതി വിരുദ്ധ ജാഥയ്ക്ക് ശേഷം ആണോ യുക്തിവാദി സംഘത്തിന്, കേരള യുക്തിവാദി സംഘത്തിന് ഇത്രയധികം ഒരു വളർച്ച ഉണ്ടായത്? അതിൻ്റെ ഒരു ആരംഭമായിരുന്നോ? അല്ല, യുക്തിവാദി സംഘത്തിന് ആദ്യകാലം, കാരണം യുക്തിവാദം എന്ന് പറയുന്ന കാഴ്ചപ്പാട് ഇന്ത്യയുടെ പശ്ചാത്തലത്തിലുള്ള ഇന്ത്യയുടെ നമ്മുടെ ചരിത്രം പരിശോധിച്ച് ഇന്ത്യയിലെ നവദർശനങ്ങളിൽ ഏതാണ്ട് 6 ദർശനങ്ങളും നാസ്തികവാദപരമാണ്, 2 ന്യായവൈശേഷങ്ങൾ അർദ്ധനാസ്തികമാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു ഇന്ത്യയിലെ പാരമ്പര്യത്തെക്കുറിച്ച് പറയുമ്പോൾ ഇന്ത്യൻ പാരമ്പര്യം ഒരിക്കലും ആത്മീയവാദപരമായിരുന്നില്ല. ഇന്ത്യൻ പാരമ്പര്യം നിശ്ചയമായിട്ടും വസ്തുതാപരമായിട്ടുള്ള ഭൗതികവാദപരമായിരുന്നു. അത് ലോകായുധമായാലും ചാർവാകമായാലും ബൗദ്ധമായാലും ജൈനമായാലും സാഖ്യമായാലും എല്ലാം തന്നെ വളരെ കൃത്യമായിട്ടും ഭൗതികവാദപരമായിരുന്നു. പക്ഷേ ഇന്ത്യയിലെ സംഘപരിവാരത്തിൻ്റെ ആദ്യകാല പ്രവർത്തകന്മാർ അല്ലെങ്കിൽ ഇന്ത്യയിലെ ആര്യവാദ വക്താക്കളാണ് ഇന്ത്യ എന്ന് പറയുന്ന ആത്മീയതയുടേതാണ്. വേദാന്തം എന്ന് പറയുന്ന ഒരൊറ്റ സിദ്ധാന്തത്തെ എടുത്ത് പിടിച്ചുകൊണ്ട് ഡോക്ടർ രാധാകൃഷ്ണനെ പോലുള്ള ആളുകൾ എഴുതിയ പുസ്തകങ്ങളും സത്യത്തിൽ വളരെ അട്ടർ നോൺസെൻസാണത്. അത്തരം അല്ലെങ്കിൽ വിവരക്കേടുകൾ ഏറ്റവും കൂടുതൽ പർവ്വതീകരിച്ചു കൊണ്ടുള്ള കൃതികൾ, അത് വളരെ ആസൂത്രിതമായിട്ടുള്ള ഒരു ആര്യാധിനിവേശത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു ആസൂത്രിത പദ്ധതിയായിരുന്നു. ആ ആസൂത്രിത പദ്ധതി കൊണ്ടാണ് ഇന്ത്യൻ ഭൗതികവാദത്തിന് യഥാർത്ഥത്തിൽ ഈ പറയുന്ന ഒരു ഒരു മേൽക്കൈ കിട്ടാതെ പോയത്. പക്ഷേ ഇന്ത്യയിൽ ദേവി പ്രസാദാബാദയുടെ ആണെങ്കിലും രാഹുൽ ശങ്കരത്തിൻ്റെ ആണെങ്കിലും കേദാമോദരൻ്റെ ആണെങ്കിലും അതുപോലെയുള്ള ധാരാളം ആളുകൾ ഭൗതികവാദപരമായിട്ട് എഴുതിയിട്ടുള്ള ധാരാളം ആളുകൾ ഇന്ത്യയിലുണ്ട്. അവരുടെയൊക്കെ കൃതികൾക്ക് ഇന്നും ഉണ്ടാകുന്ന ഒരു പ്രാധാന്യം എന്ന് പറയുന്നത് D.D. കോസാംബിയുടെ, റോമള താപ്പറിൻ്റെ, അതുപോലെ ധാരാളം ആളുകൾ ഇന്ത്യൻ ഭൗതികവാദത്തെക്കുറിച്ചുള്ള പുതിയ പഠനങ്ങൾ അവതരിപ്പിക്കുകയും ആ പഠനങ്ങൾക്ക് ഇന്നും സമകാലികമായിട്ട് പ്രസക്തി ഉണ്ട് എന്നുള്ളത്. അപ്പോൾ ആ ഒരു പശ്ചാത്തലത്തിലാണ് കേരളത്തിലെ യുക്തിവാദി പ്രസ്ഥാനമായ ഇന്ത്യയിലെ നിരവധി സംസ്ഥാനങ്ങളിലെ യുക്തിവാദി പ്രസ്ഥാനങ്ങൾക്കുണ്ടായിട്ടുള്ള ഒരു വലിയ മുന്നേറ്റം. പക്ഷേ ഈ തമിഴ്നാട്ടിലെ ദ്രാവിഡ പ്രസ്ഥാനത്തിനുണ്ടായ പോലെ മുന്നേറ്റം കേരളത്തിൽ ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല എന്ന് ഉള്ളതൊരു സത്യമാണ്. സാർ, അതുപോലെ നമ്മുടെ കേരള യുക്തിവാദി സംഘത്തിൻ്റെ ഏറ്റവും എടുത്തു പറയത്തക്ക, ഏറ്റവും ജനശ്രദ്ധ ആകർഷിച്ച, ഗവൺമെൻറ് പോലും ശ്രദ്ധിക്കപ്പെട്ട ഏറ്റവും വലിയ ഒരു കാര്യം, നമ്മൾ മകരജ്യോതി ദർശനം തുറന്നു കാട്ടി അത് കത്തിക്കുന്നതാണ്, ദിവ്യജ്യോതി അല്ല എന്ന് സർക്കാരിനെ കൊണ്ട് പോലും അംഗീകരിപ്പിക്കേണ്ട ഒരവസ്ഥ യുക്തിവാദി സംഘം യാഥാർത്ഥ്യത്തിലേക്ക് കൊണ്ടുവന്നു. അതോടൊപ്പം നമ്മുടെ കൊടുങ്ങല്ലൂർ ഭരണിപ്പാട്ട്, അതും ആ തെറിപ്പാട്ട് നിർത്തലാക്കുന്നതിനും കേരള യുക്തിവാദി സംഘമാണ് അതിന് മുൻകൈ എടുത്തതും അത് നിർത്തലാക്കുന്നതിന് വേണ്ട നടപടി എടുത്തതും എന്ന് കേട്ടിട്ടുണ്ട്. അപ്പോൾ അതേക്കുറിച്ച് ഒന്ന് വിശദീകരിക്കാമോ? കേരള യുക്തിവാദി സംഘത്തിൻ്റെ അന്ധവിശ്വാസ വിരുദ്ധ പ്രവർത്തനങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ക്യാമ്പയിനുകളിലൊന്നായിരുന്നു പൊന്നമ്പലമേട്ടിലെ മകരജ്യോതിയുടെ അനാവരണം. അത് എനിക്ക് തോന്നുന്നത് ഏതാണ്ട് 80കൾ മുതൽ തന്നെ, 80-ന് തൊട്ട് മുമ്പ് തന്നെ കേരളത്തിലെ ആദ്യകാല യുക്തിവാദികൾ, കേരള യുക്തിവാദി സംഘത്തിൻ്റെ ആഭിമുഖ്യത്തിൽ തന്നെ ധാരാളം സമരഭടന്മാർ 79-ലും 80-ലും 81-ലുമൊക്കെ PRR നാഥനെ പോലുള്ള ആളുകൾ, A.V. ജോസിനെ പോലുള്ള ആളുകൾ, അങ്ങനെ വലിയ ഒരു ക്യാമ്പയിൻ ആളുകൾ ഈ പൊന്നമ്പലമേട്ടിൽ എത്തുകയും, പൊന്നമ്പലമേടെന്ന് പറയുന്ന മനുഷ്യരെത്താൻ പറ്റാത്തൊരു സ്ഥലമാണെന്നൊക്കെ ആയിരുന്നു ദേവസ്വം ബോർഡിൻ്റെ പ്രചാരണമില്ല. പക്ഷേ വണ്ടിപ്പെരിയാറിന്ന് വലത്തോട്ട് തിരിഞ്ഞ് നമുക്ക് വണ്ടി ഓടിച്ചു പോയാൽ കൊച്ചുപമ്പയിലൂടെ, ഗവിയിലൂടെ കൊച്ചുപമ്പയിലൂടെ നമുക്ക് വളരെ കൃത്യമായും പൊന്നമ്പലമേടെന്ന് പറഞ്ഞ ഈ സ്ഥലത്ത് നമുക്ക് എത്തിച്ചേരാൻ പറ്റും. അപ്പോൾ അങ്ങനെ ഉള്ള ഒരു മനുഷ്യന് ചെല്ലാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് അതേന്ന് തെളിയിച്ചു കൊടുത്തത് യുക്തിവാദികളാണ്. 80-ലാണ് തോന്നുന്നു തൃശ്ശൂരിൽ നിന്ന് ഏതാണ്ട് 150ഓളം ആളുകൾ പങ്കെടുക്കുന്ന വലിയൊരു സ്ക്വാഡ് തന്നെ അവിടെ എത്തുകയും ഈ മകരജ്യോതി കത്തിച്ച് കാണിക്കുന്ന സമയത്ത് അവിടെ ഈ മത്താപ്പുകളൊക്കെ കത്തിച്ച് അവരവിടെ ഒരു അനാവരണം നടത്തുകയും ചെയ്തു. അന്ന് അതിൻ്റെ ചാർജ് വഹിച്ചിരുന്നത് നെഹ്റു എന്ന് പറയുന്ന KSRTCയിലെ ഒരു ഇൻസ്പെക്ടറായിരുന്നു. അദ്ദേഹം ഗവൺമെൻറ്റിന് കൊടുത്ത ഒരു റിപ്പോർട്ട്, നമ്മുടെ കയ്യിൽ ആ റിപ്പോർട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞത് യുക്തിവാദികൾ അവിടെ സ്ഥിരമായി ഇങ്ങനെ വന്ന് പ്രശ്നങ്ങൾ ഉണ്ടാക്കും, അതുകൊണ്ട് അടുത്ത വർഷം മുതൽ അതിൽ വളരെ കൃത്യമായിട്ടുള്ള സെക്യൂരിറ്റി വേണമെന്ന് പറഞ്ഞുകൊണ്ടാണ് പിന്നീട് 80-കളിലും 81-ലും 82-ലും ഒക്കെ ഈ പറയുന്ന ആളുകൾ അല്ലെങ്കിൽ മകരജ്യോതി കത്തിക്കുന്ന സമയത്ത് ഭയങ്കരമായ പോലീസ് പ്രൊട്ടക്ഷൻ, അത് പ്രത്യേകിച്ച് ഫോറസ്റ്റിൻ്റെയും അതുപോലെ റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റ്, ഇലക്ട്രിസിറ്റി ബോർഡിൻ്റെയും ആളുകൾ
ആളുകൾ നിർത്തിക്കൊണ്ടാണ് ഈ മകരജ്യോതി കത്തീര് നടത്തിക്കൊണ്ടിരുന്നത്. അന്ന് തൃക്കൊടിത്താനക്കാരനായ ഇലക്ട്രിസിറ്റി ബോർഡിലെ ഡ്രൈവറായിരുന്ന ഗോപിനാഥൻ എന്ന് പറയുന്ന ആളാണ് അത് ഈ മകരജ്യോതി കത്തിച്ച് കാണിച്ചുകൊണ്ടിരുന്നത്. അതായത് ഈ മകരജ്യോതി കത്തിക്കുന്ന പൊന്നമ്പലമേടെന്ന് പറയുന്നത് എനിക്ക് ശബരിമലയിൽ നിന്ന് ദൂരേക്ക് നോക്കിയാൽ ഏതാണ്ട് ഒരു 10-20 കിലോമീറ്റർ എയർ ഡിസ്റ്റൻസിൽ നമുക്ക് കാണാം. പക്ഷേ അവിടെ നിന്ന് പൊന്നമ്പലമേട്ടിൽ നിന്ന് നോക്കിയാൽ ശബരിമല വളരെ ചെറുതായിട്ട് കാണാം. ഈ മകരസംക്രമ ദിനത്തിൽ ഏതാണ്ട് ഒരു 6-6:15 ആകുമ്പോഴേക്കും അവിടെ നിന്ന് ഒരു സെർച്ച് ലൈറ്റ് ഇങ്ങോട്ട് അടിക്കും. ആ ലൈറ്റ് കാണുന്ന സമയത്ത് വളരെ കൃത്യമായിട്ട് നമുക്ക് റേഡിയോയിലൂടെ, അന്ന് റേഡിയോ ആണല്ലോ ഉള്ളത്, ആ റേഡിയോയിലൂടെ കമൻട്രി നമുക്ക് കേൾക്കാം കൃത്യമായിട്ടും. ആ കമൻട്രി കേൾക്കുന്ന സമയത്താണ് ഈ പറയുന്ന വലിയൊരു ഉരുളിക്കകത്ത് കർപ്പൂരം വിട്ടിട്ട് ഇങ്ങനെ കത്തിച്ച് 3 പ്രാവശ്യം ഉയർത്തി കാണിക്കുന്ന ഒരു കാഴ്ചപ്പാട് ഉണ്ടാകുന്നത്. അപ്പോൾ 81-ലും 80-ലും ഒക്കെ തന്നെ ധാരാളം ആളുകൾ അവിടെ ചെല്ലുകയും ആ ആളുകൾ ഇതെല്ലാം പടമെടുത്ത് ചിത്രമെടുത്ത് നമ്മൾ ലഘുലേഖയായിട്ട് പ്രസിദ്ധീകരിക്കുകയൊക്കെ ചെയ്തു. പക്ഷേ 83-ൽ നമ്മുടെ ധാരാളം പ്രവർത്തകന്മാർ അവിടെ എത്തുകയും ഈ മകരജ്യോതി തടയപ്പെടുമോ എന്നൊരവസ്ഥയിലേക്ക് തന്നെ സംഭവം വരികയും ഇപ്പം ധനുവച്ചർ സുമാൻ്റെയും ശ്രീ പട്ടത്തല പോലെ തന്നെ തുടങ്ങിയ പല ആളുകളുടെയും നേതൃത്വത്തിൽ വലിയൊരു സംഘം അവിടെ എത്തിച്ചേരുന്നു. ഞങ്ങൾ കോട്ടയത്ത് നിന്ന് ഒരു കാറ് പിടിച്ച് ഞങ്ങളൊരു 8-10 പേര് അവിടെ എത്തിച്ചേരും. പക്ഷേ ഞങ്ങൾ ചെല്ലുമ്പോൾ അവിടെ പോലീസിന് ഭയങ്കരമായിട്ടുള്ള ആക്രമണം നടന്നു കഴിഞ്ഞു. അതുകൊണ്ട് എനിക്കടി കിട്ടിയില്ല. പക്ഷേ ധനുവച്ചർ സുമാരനെ പോലെയുള്ള ആളുകൾക്ക് ധാരാളം അടി കിട്ടുകയും അന്ന് അവിടെ ആ പന്നമ്പലം ജ്യോതി കത്തിച്ചുവെങ്കിലും പോലീസ് ഭീകരമായി മർദ്ദിക്കുകയും അന്ന് അവർ ചോദിച്ചൊരു ചോദ്യം ഇതാണ്, പിന്നെ നിൻ്റെയൊക്കെ തന്തയുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന് ശമ്പളം കൊടുക്കുമോ ദേവസ്വം ബോർഡുകാർക്കെന്നാണ്, അല്ലെ ദേവസ്വം ജീവനക്കാർക്കെന്നാണ് ചോദിച്ചത്. ആ രീതിയിലായിരുന്നു ആക്രമണം. പക്ഷേ നമ്മൾ അന്ന് കൊച്ചുമുമ്പയിൽ താമസിച്ച് പിറ്റേ ദിവസം ഈ അടി കൊണ്ട ആളുകളുമായി കോട്ടയത്ത് പത്ര ഓഫീസ് മനോരമയിലും ദീപികയിലും കേരളാവതിയിലും ഒക്കെ നമ്മൾ ചെന്ന് ഇത് കാണിക്കുകയും റിപ്പോർട്ട് കൊടുക്കുകയും ചെയ്തെങ്കിലും ഒരു പത്രത്തിൽ കേരളാവതിയിലോ മറ്റോ മാത്രമാണ് ഒരു ചെറിയ വാർത്ത അവിടെ വന്നത്. അപ്പോൾ അതിനുശേഷം നമ്മൾ ഇത് വെച്ചുകൊണ്ട് വളരെ കൃത്യമായിട്ട് ഒരു ക്യാമ്പയിൻ നടത്തുകയും ഒടുവിൽ ഏറ്റവും ഒടുവിൽ സംഭവിച്ചത് എന്താണെന്ന് ചോദിച്ചാൽ മുഖ്യമന്ത്രിയായിരുന്ന നായനാർക്കും അതുപോലുള്ള പല ആളുകൾക്കും ഇത് കത്തിക്കുന്ന ദേവസ്വം ബോർഡ് കത്തിക്കുന്നതാണെന്ന് പറയേണ്ടി വന്നു. കൃഷ്ണൻ നായർ പറഞ്ഞു, സുഗതകുമാരി പറഞ്ഞു. അങ്ങനെ അവരെ കൊണ്ട് പറയിപ്പിക്കുന്ന തരത്തിലേക്ക് ഒരു ക്യാമ്പയിൻ കൊണ്ടുവന്നത് യഥാർത്ഥത്തിൽ കേരള യുക്തിവാദി സംഘമാണ്. പൊന്നമ്പലമേട്ടിലേതൊരു കത്തിക്കുന്ന ജ്യോതിയാണെന്ന കാര്യത്തിൽ സംശയമില്ല. ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഒത്തിരി TV സംവാദങ്ങളൊക്കെ ഞാൻ പങ്കെടുത്തിട്ടുണ്ട്. ഈ കൊടുങ്ങല്ലൂരിലെ തെറിപ്പാട്ടുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് കേരള യുക്തിവാദി സംഘമാണ് ഒരു ക്യാമ്പയിൻ നടത്തിക്കൊണ്ട് തെരുവുകളിൽ തെറി പാടാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ചെറായി സഹോദര ഭവനത്തിൽ നിന്നും കൊടുങ്ങല്ലൂരിലേക്ക് നമ്മളൊരു മാർച്ച് നടത്തി. ആ മാർച്ച് പവൻ സാറാണ് അവിടെ ഉദ്ഘാടനം ചെയ്യുന്നത്. അത് അവിടെ ചെല്ലുമ്പോൾ വടക്കേ നടയിൽ മാർച്ച് തടയുന്നു. ഒക്കെ അതുമായി ബന്ധപ്പെട്ടുള്ള ഭൂമാനന്ദ സ്വാമിയുടെ നേതൃത്വത്തിലുണ്ടായ സമരങ്ങളുണ്ടായിരുന്നു. ഇതെല്ലാം ബന്ധപ്പെടുത്തിക്കൊണ്ട് നമ്മൾ ഒരു കോടതിയിലൊരു കേസ് കൊടുക്കുകയും ആ കേസിൽ കോടതി നമുക്ക് വന്ന ഒരു ഉത്തരവെന്ന് പറയുന്നത് പരസ്യമായി തെറി പാട്ട് പാടാൻ പാടില്ല എന്നായിരുന്നു ഉത്തരവ്. പക്ഷേ അതിൻ്റെ പേരിൽ പിന്നീടും പക്ഷേ ഇത് ഉത്തരവ് വന്നെങ്കിൽ പോലും നമ്മുടെ ഭരണകൂടം എപ്പോഴും ഭക്തന്മാരുടെ വികാരത്തെയാണ് പാലിക്കുന്നത്. സംസ്കാരത്തിൻ്റെയോ അല്ലെങ്കിൽ നമ്മുടെ ഒരു സാമൂഹിക പുരോഗതിയുടെയോ ഒരു പ്രശ്നങ്ങളൊന്നും അല്ല കാണുന്നത് എന്നതുകൊണ്ട് ആ തെറിപാടൽ തൽക്കാലം നിന്നെങ്കിലും വീണ്ടും അത് വർദ്ധിത വീര്യത്തോടെ എപ്പോഴും നടക്കുന്നുണ്ട് എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ള. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ നടക്കുന്നുണ്ട്. ഇതൊക്കെ യഥാർത്ഥത്തിൽ ഈ പട്ടികജാതിക്കാരായിട്ടുള്ള മനുഷ്യരെ അവഹേളിക്കുന്ന തരത്തിലുള്ള വളരെ ബോധപൂർവമായിട്ടുള്ള ഒരു സവർണ ഇടപെടലിൻ്റെ ഭാഗമാണ്. പക്ഷെ അതിനെ അവരും തിരിച്ചറിയുന്നില്ല. അത് ഒരു സംസ്കാര ശൂന്യമായൊരു പ്രവൃത്തിയാണ് എന്ന് ഒരു ഭരണകൂടത്തിന് തിരിച്ചറിയാൻ പറ്റാത്തിടത്തോളം കാലം അതിങ്ങനെ അപങ്കരം തുടർന്നുകൊണ്ട് പോകുന്നുള്ളതാണ്. അപ്പം നമ്മൾ പുരോഗമനം ഒരു വശത്ത് പറയുമ്പോഴും മറുവശത്ത് ഏറ്റവും പ്രാകൃതമായ പരിണാമത്തിൻ്റെ തിരിച്ചുപോക്കിലേക്കുള്ള ഒരു വലിയ ഗതിവേഗത്തിലാണ് കേരളം എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. താങ്കളുടെ വിദ്യാഭ്യാസ കാലഘട്ടം പറഞ്ഞു. ഇനി അതിനുശേഷം ഉണ്ടായിരുന്ന ഒരു പ്രണയ കാലഘട്ടം ഉണ്ടല്ലോ, അത് ആ പ്രണയ കാലഘട്ടത്തെക്കുറിച്ച് ഒന്ന് വിശദീകരിക്കാമോ? അത് പ്രണയം പൂത്തുലഞ്ഞതും അത് യാഥാർത്ഥ്യമായതും അങ്ങനെയുള്ള ആ സംഭവങ്ങളിലേക്കൊന്ന് കടന്നു വന്നു. അതെ, സത്യത്തിൽ ഞാൻ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് ഒരു പ്രണയവിരുദ്ധനായിരുന്നു. മാത്രമല്ല എൻ്റെ കൂടെ പഠിച്ച പല ആളുകളുടെയും പ്രണയം പരാജയപ്പെടുത്താൻ വലിയ കൊണ്ടുപിടിച്ച ശ്രമം നടത്തിയിട്ടുണ്ട്. എന്നെ തന്നെ സ്കൂൾ കാലഘട്ടത്തിൽ പ്രണയിച്ച ഒരു പെൺകുട്ടിയെ വളരെ മോശമായിട്ട് ഞാൻ സംസാരിക്കുക പോലും ചെയ്തിട്ടുണ്ട്. അന്നും എൻ്റെ കൂട്ടുകാർ, പ്രത്യേകിച്ച് എൻ്റെ സുഹൃത്തായ ബാബുവും ശശിയും ഒക്കെ എപ്പോഴും പറയുമായിരുന്നു, നീ പ്രണയിച്ച കല്യാണം കഴിക്കത്തുള്ളൂ എന്ന് പറയുമായിരുന്നു. അങ്ങനെയാണ് ഞാൻ പാരൽ കോളേജ് തുടങ്ങിയ കാലത്ത് പാരൽ കോളേജിൻ്റെ അടുത്തുള്ള ഒരു പെൺകുട്ടിയുമായി വളരെ പെട്ടെന്ന് അടുക്കുകയുണ്ടായി. പക്ഷേ ഞങ്ങളൊരു 2 വർഷത്തെ പ്രണയത്തിന് ശേഷം ആ പ്രണയം പരാജയപ്പെട്ടു എന്ന് പറഞ്ഞാൽ പല തരത്തിൽ പിണങ്ങി പിരിയുന്നൊരവസ്ഥയുണ്ടായി.
ആ ഒരു അനുഭവത്തിൽ നിന്നും ഇനിയൊരു അനുഭവം ഉണ്ടാവില്ല എന്ന് വിചാരിച്ചിരുന്നെങ്കിലും വീണ്ടും വർഷങ്ങൾക്ക് ശേഷം, അതായത് എനിക്ക് തോന്നുന്നത് 85 സമയത്ത്, 80കൾ എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട സംഭവങ്ങൾ നടക്കുന്നതൊക്കെ 80കളിലാണ്. 85 തന്നെ എൻ്റെ തന്നെ ഒരു വിദ്യാർത്ഥിനിയുമായിട്ട് വളരെ പെട്ടെന്ന് അടുക്കുകയുണ്ടായി. പക്ഷേ അന്ന് അടുക്കുമ്പോൾ ഞാനന്ന് യുക്തിവാദി സംഘത്തിൽ വളരെ സജീവമായി നിൽക്കുന്നൊരു കാലമാണ്, ഭാരവാഹിയാണ്. അതുകൊണ്ട് മിശ്രമൊക്കെ കഴിക്കുക എന്നുള്ളത് എനിക്കൊരു നിർബന്ധമായ കാര്യമായിരുന്നു. അതിന് പറ്റിയ ഒരു പെൺകുട്ടിയാണ്, പ്രത്യേകിച്ച് ആഭരണം ധരിക്കാത്തൊരു കുട്ടി, കാണാൻ വളരെ വലിയ കുഴപ്പമില്ലാത്ത സൗന്ദര്യമുള്ള പെൺകുട്ടി, വളരെ പാവപ്പെട്ട ഒരു കുടുംബത്തിലെ അംഗം എന്നൊക്കെ ഉള്ള നിലയിൽ, പ്രത്യേകിച്ച് ശേഷിച്ചൊരു പെന്തക്കോസുകാരി എന്നൊക്കെയുള്ള നിലയിൽ ഈ കുട്ടിയോട് അടുപ്പം തോന്നിയെങ്കിലും ഞാൻ വളരെ കൃത്യമായ ഒരു കരാറ് വെച്ചു. അതായത് നമ്മുടെ വിവാഹം ഇന്ന രീതിയിൽ നടക്കുകയുള്ളൂ എന്നും, ഒന്ന് സംഘടന ആയിരിക്കും എൻ്റെ ജീവിതത്തിലെ ഒന്നാമത്തെ കാര്യമെന്നും, രണ്ടാമത് മാത്രമേ കുടുംബം ആയിട്ട് വരികയുള്ളൂ എന്നും, അതുകൊണ്ട് ആ കുടുംബത്തിൻ്റെ കാര്യവും സംഘടനയുടെ കാര്യമൊന്നും വലിയ ഒരിക്കലും കൂട്ടിക്കഴിക്കാൻ പാടില്ല എന്നും, പിന്നെ കുട്ടികളുണ്ടായാൽ ജാതി മതരഹിതരായിട്ടായിരിക്കും വളർത്തുക തുടങ്ങിയിട്ടുള്ള കുറേ കണ്ടീഷനുകൾ വെക്കുകയും ആ കണ്ടീഷനുകളെക്കുറിച്ച് ആലോചിച്ചതിന് ശേഷം മറുപടി പറഞ്ഞാൽ മതി എന്ന് പറയുകയും, അങ്ങനെ അത് ആലോചിച്ചാണ്ട് ഒരു മാസത്തിന് ശേഷം ഒരു തീരുമാനത്തിലെത്തുകയും ആ കണ്ടീഷനുകൾ അംഗീകരിക്കുകയും ചെയ്തതിന് ശേഷമാണ് ഞങ്ങൾ പ്രണയത്തിലേക്ക് വരുന്നത്. 85 തൊട്ട് 90 വരെ വളരെ ഗുരുതരമായ പ്രണയത്തിലായിരുന്നു. പക്ഷേ ആ സമയത്തും ഞാൻ ഒരിക്കലും ജീവിതത്തിൽ റൊമാൻറ്റിക്കല്ല. ഇപ്പോഴും എനിക്ക് റൊമാൻസ് എന്ന് പറയുന്നത് വളരെ കുറവ്. അത് ഭാര്യയെ പലപ്പോഴും പറയാറുണ്ട്, ഈ റൊമാൻസ് എന്ന് പറയുന്നത് തീരെ വെച്ചാൽ പ്രകടിപ്പിച്ച സ്നേഹം. എപ്പോഴും ഭാര്യയ്ക്കുണ്ടായിരുന്ന ഏറ്റവും വലിയ പരാതി എന്ന് പറയുന്നത് സ്നേഹം പ്രകടിപ്പിക്കാൻ അറിയില്ല എന്നുള്ളതാണ്. ശരിയായിരിക്കാം എന്ന് എനിക്കിപ്പോഴും തോന്നുന്നുണ്ട്. എന്തായാലും ഞങ്ങൾ അങ്ങനെ ഒരു കരാറിലാണ് ആ ബന്ധം ആരംഭിക്കുന്നത്. അങ്ങനെയാണ് ബേബി എന്ന് വിളിക്കപ്പെടുന്ന ആ പെൺകുട്ടി എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത്. പക്ഷേ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വീട്ടിലും നാട്ടിലുമൊക്കെ ഒട്ടേറെ പ്രശ്നങ്ങളുണ്ടാവുമെങ്കിലും ഞങ്ങൾ രണ്ടുപേരും ആ കാര്യത്തിൽ ഉറച്ചു നിൽക്കുകയും ക്രമേണ ആളിനെ ഞാൻ കുറേയൊക്കെ യുക്തിവാദം പറയുകയും പുസ്തകങ്ങൾ കൊടുത്ത് പുസ്തകങ്ങൾ വായിക്കുകയൊക്കെ ചെയ്ത് പുള്ളിക്കാരി ഒരു യുക്തിവാദത്തിലേക്ക് വരികയും ആ കാര്യത്തിൽ എനിക്ക് അന്നും ഇന്നും ഉള്ളൊരു ആത്മവിശ്വാസമല്ല തോന്നുന്നൊരു പ്രത്യേകത, നമ്മളെന്ന് വെച്ചാൽ കരാറ് ലംഘിക്കാൻ ഒരിക്കലും അവൾ തയ്യാറായിരുന്നില്ല എന്നുള്ളതാണ് ഒരു പ്രത്യേകത. അങ്ങനെ ഞങ്ങളുടെ പ്രണയം യഥാർത്ഥത്തിൽ പാരലൽ കോളേജിൽ പ്രശ്നമുണ്ടായി, വീട്ടിൽ എൻ്റെയും അവളുടെയും വീട്ടിൽ പ്രശ്നമുണ്ടായി. പക്ഷേ അങ്ങനെയൊക്കെ ആണെങ്കിൽ പോലും ഞങ്ങളതിനെ അതിജീവിക്കുകയും 90-ൽ ഞങ്ങൾ വിവാഹത്തിലേക്ക് എത്തുകയും ചെയ്തു. അത് സത്യത്തിൽ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് മുമ്പേ ഞാൻ സൂചിപ്പിച്ചതുപോലെ എനിക്ക് ഒരു ഘട്ടത്തിൽ എൻ്റെ കോളേജ് ഉപേക്ഷിക്കേണ്ടി വന്നു, ഒരു ഘട്ടത്തിൽ വീട് ഉപേക്ഷിച്ച് പോകേണ്ടി വന്നു. അങ്ങനെയൊക്കെ ആയിരുന്നെങ്കിലും എൻ്റെ സംഘടനാപരമായ ബന്ധങ്ങളും എൻ്റെ സുഹൃത്തുക്കളും എപ്പോഴും എന്നെ ഈ കാര്യത്തിൽ വളരെയേറെ സപ്പോർട്ട് ചെയ്തിരുന്നു, പ്രത്യേകിച്ച് എൻ്റെ സുഹൃത്തുക്കൾ. ജീവിതത്തിലെമ്പാടും എനിക്ക് ഏറ്റവും കൂടുതൽ സമ്പാദ്യം എന്ന് പറയുന്നത് എൻ്റെ കൂട്ടുകാരാണ്. അങ്ങനെ ഇരിക്കുകയാണ് 86-ൽ അമ്മ മരിക്കുന്നത്. അപ്പോൾ ആ സമയത്തൊക്കെ വളരെ വലിയൊരു സംഘർഷാത്മകമായ ഒരവസ്ഥ നമ്മുടെ വീട്ടിലും പരിസരത്തൊക്കെ ഉണ്ടായിരുന്നെങ്കിലും ഞാൻ അതിനെയൊക്കെ വളരെ ധൈര്യപൂർവ്വം അവഗണിച്ചു, അല്ലെങ്കിൽ അതിജീവിച്ചു എന്ന് പറയുന്നതായിരിക്കും ശരി. പക്ഷേ ഈ ഒരു സാഹചര്യത്തിൽ നേരിടണമെന്നുണ്ടെങ്കിൽ ഞാൻ ആലോചിച്ചപ്പോൾ ഈ പ്രസൻറ്റ് കണ്ടീഷനിൽ അല്ലെങ്കിൽ അത്തരം അവസ്ഥയിൽ എനിക്കൊരു വിവാഹ ജീവിതം നയിക്കാൻ പറ്റില്ല എന്ന് തോന്നിയതുകൊണ്ട് വളരെ ബോധപൂർവ്വം ഞാൻ ഒരു വീട് പണി ആരംഭിച്ചു. അങ്ങനെ ഏതാണ്ട് 2-3 വർഷങ്ങൾ കൊണ്ട് ആദ്യം അടിത്തറ കെട്ടി, പിന്നെ കുറേശ്ശെ പണിത് ഒരു വീടിൻ്റെ ഏതാണ്ട് ഒരു സ്ട്രക്ചറായ സമയത്താണ് 90-ൽ ഞങ്ങളുടെ വിവാഹം. അപ്പോൾ വിവാഹത്തിന് നമ്മൾ വീട്ടുകാരായിട്ട് ആലോചിച്ചാൽ വിവാഹം നടക്കുമോ ഇല്ലയോ എന്നുള്ള സംശയം ഉണ്ടെങ്കിൽ പോലും നമ്മൾ സംഘടനാപരമായി ഇടപെടുകയും കോട്ടയം ജില്ലാ കമ്മിറ്റിയിൽ ഈ വിഷയം അവതരിപ്പിക്കുകയും ജില്ലാ കമ്മിറ്റിയിൽ നിന്ന് 2-3 ആളുകൾ അവരുടെ വീട്ടിൽ പോയി ഈ കാര്യം സംസാരിക്കുകയും ചെയ്തെങ്കിലും അവർ പൂർണ്ണമായിട്ടും അതിനെ എതിർക്കുകയുണ്ടായി. എന്നാലും നമുക്ക് വിവാഹ സംഘടനയുടെ പേരിൽ തന്നെ നടക്കണം, സ്പെഷ്യൽ മാരേജ് ആക്ട് അനുസരിച്ച് നടത്തണമെന്ന രീതിയിൽ അങ്ങനെ ഞങ്ങൾ 90 ഫെബ്രുവരി 16-ാം തീയതി കേരള യുക്തിവാദ സംഘം കോട്ടയം ജില്ലാ സഭയുടെ ആഭിമുഖ്യത്തിൽ തന്നെയാണ് തെങ്ങണ സബ് രജിസ്ട്രാർ ഓഫീസിൽ വെച്ച് വിവാഹം നടക്കുന്നത്. അപ്പോൾ സംഘടനയുടെ അടുത്ത കുറേ പ്രവർത്തകരും പിന്നീട് അവിടുത്തെ എൻ്റെ ചില സുഹൃത്തുക്കൾ മാത്രമായിരുന്നു യഥാർത്ഥത്തിൽ അന്നത്തെ കല്യാണത്തിന് പങ്കെടുത്ത ആളുകൾ. അപ്പോൾ പെൺകുട്ടി അപ്പോഴേക്കും സാറ് ഈ ആശയത്തിലേക്ക് കൊണ്ടുവന്നിരുന്നു, അപ്പോൾ അവർക്ക് ഇതിനോടെല്ലാം താല്പര്യമായിരുന്നു. ബേബി അദ്ദേഹം പറഞ്ഞു, അതായത് പ്രണയം വെച്ച് കണ്ടീഷൻ വെച്ചാണെങ്കിലും അവൾക്ക് കാര്യത്തോട് വളരെ കുറേ കാലം കൊണ്ട് ആശയപരമായിട്ടൊക്കെ അതിനോട് യോജിച്ചു വരികയും യുക്തിവാദം എന്താണ് എന്ന് കുറച്ചൊക്കെ ധാരണ എത്തുകയൊക്കെ ചെയ്തിരുന്നു. പിന്നെ കടുത്ത മതവിശ്വാസമൊന്നുള്ള ആളായിരുന്നില്ല എന്നതുകൊണ്ടും
പുള്ളിക്കാരത്തി നമ്മുടെ താല്പര്യങ്ങളോട് പൂർണ്ണമായിട്ട് യോജിക്കുകയും, ഇത് മാത്രമല്ല അത്ര ഒരു വിവാഹം നടക്കുമ്പോൾ ഒരു കണക്കിൽ പറഞ്ഞാൽ നമ്മളൊരു ഒരു തട്ടിക്കൊണ്ട് പോകലിൻ്റെ ഒരു അന്തരീക്ഷമുണ്ട്. കാരണം കൃത്യസമയത്ത് അന്ന് നമ്മൾ ഫെബ്രുവരി 16-ാം തീയതി കല്യാണം നിശ്ചയിക്കുന്നു. അപ്പം 16-ാം തീയതി ആളവിടെ എത്തണമെന്നുള്ളത് നിർബന്ധമാണല്ലോ. അപ്പോൾ അതിനു വേണ്ടി വളരെ ഞങ്ങളുടെ സുഹൃത്തുക്കളെല്ലാം കൂടി ആലോചിച്ച് അവിടെ ഒരു നഴ്സിംഗ് ഹോമിൽ ജോലി ചെയ്യുന്ന സമയമാണ്. എന്തായാലും രാവിലെ അവിടെ നിന്ന് ഞങ്ങൾ കൂട്ടിക്കൊണ്ട് പോയി രജിസ്ട്രാർ ഓഫീസിൽ കൊണ്ടുവന്നു. അന്ന് വിശ്വംഭരൻ ചേട്ടൻ്റെ വീട്ടിൽ, നമ്മുടെ തെങ്ങണായിലെ വിശ്വംഭരൻ ചേട്ടൻ്റെ വീട്ടിൽ വെച്ചായിരുന്നു ഞങ്ങൾക്ക് റിസപ്ഷൻ. അപ്പോൾ ഈ വിവാഹം ഞങ്ങൾ നടത്തി എന്നുള്ളത് സത്യത്തിൽ ഇപ്പോൾ അതൊരു അമ്പരപ്പിക്കുന്ന ഒരു കാര്യമായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. പക്ഷേ അന്ന് സംഘടനയും എൻ്റെ സുഹൃത്തുക്കളും കൂടെ എന്നതുകൊണ്ട് വളരെ കൃത്യമായി നടത്താൻ കഴിഞ്ഞു. പക്ഷേ ഉണ്ടായ സംഭവം അതിലും രസം എന്തെന്ന് ചോദിച്ചാൽ, രജിസ്ട്രേഷൻ കഴിഞ്ഞു, വിശ്വംഭരൻ ചേട്ടൻ്റെ വീട്ടിൽ വെച്ച് നമ്മുടെ ചെറിയ സൽക്കാരം കഴിഞ്ഞു. നമ്മുടെ KKS ദാസ്, ഡോക്ടർ മന്മഥന്, ജോസഫ് ആന്റണി പാറയിൽ തുടങ്ങിയിട്ടുള്ള ധാരാളം ആളുകൾ ഉണ്ടായിരുന്നവർ സംസാരിച്ചു. പക്ഷേ വിവാഹം കഴിഞ്ഞിട്ട് അങ്ങോട്ട് പോകുമെന്നുള്ളൊരു പ്രശ്നമുണ്ട്. കാരണം എൻ്റെ വീട് പണി പൂർത്തീകരിച്ചിട്ടില്ല, കാരണം ബാത്റൂം മറ്റൊന്നും പൂർത്തീകരിച്ചിട്ടില്ല. അപ്പോഴാണ് വളരെ പെട്ടെന്ന് നമ്മുടെ ഭാരവാഹികൾ പറഞ്ഞ ഒരു കാര്യം, നമ്മൾ ഈ വിവാഹം കഴിച്ചിട്ട് നമ്മൾ എവിടേക്കും പോകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സ്വാഭാവികമായിട്ടൊരു ഒളിച്ചോട്ടത്തിനൊരു സ്വഭാവം അതുണ്ടാകാൻ പാടില്ല. അതുകൊണ്ട് ഈ കല്യാണക്കാർ രണ്ടുപേരുടെയും വീട്ടിൽ പറയണം എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ അപ്പോൾ തന്നെ വളരെ പെട്ടെന്ന് 2 വണ്ടി പിടിച്ച് ഞങ്ങൾ നേരെ ആദ്യം വരുന്നത്, ഞങ്ങൾ 2 വണ്ടിയിൽ കൊള്ളാവുന്ന ആളത്രയും ആദ്യം ബേബിയുടെ വീട്ടിൽ വരുന്നു. വീട്ടിൽ വരുമ്പോൾ അവിടെ അമ്മയുണ്ട്. അമ്മ അത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ കല്യാണം കഴിഞ്ഞു എന്ന വാർത്ത പറയുമ്പോഴേക്കും അമ്മ ബോധം കെട്ട് താഴെ വീഴുന്നു. ഏതായാലും അമ്മയെടുത്ത് അവരോടെ കിടത്തി. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ, ഇപ്പം ഞങ്ങളുടെ വീടെന്ന് പറയുന്നത് വളരെയധികം ദൂരമില്ലാത്ത വീടുകളാണ്. അപ്പോൾ അവിടുന്ന് ഞങ്ങൾ വേറെ വണ്ടിയെടുത്ത് ഞങ്ങളുടെ വീട്ടിലേക്ക് വരുന്നു. അപ്പം ഞങ്ങളുടെ തറവാട്ടിൽ വാതിക്കലെത്തുമ്പോൾ ഞങ്ങളുടെ അച്ഛൻ അവിടെ വളരെ രോഷാകുലനായി നിൽക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്ന നാട്ടിലൊരു 100-500 ആളുകൾ ചില സിനിമയിൽ കാണുന്നത് പോലെ ആളുകളിങ്ങനെ വീടിന് ചുറ്റും അതിന് ചുറ്റുമുള്ള പ്രദേശങ്ങളിങ്ങനെ എന്തോ അവിടെ സംഭവം ഉണ്ടാകും എന്നുള്ള രീതിയിൽ കാത്തു നിൽക്കുന്നുണ്ട്. അങ്ങനെ കാത്തു നിൽക്കുന്നുണ്ടെങ്കിലും വളരെ വളരെ സൗമ്യം ഞങ്ങൾ ചെല്ലുമ്പോൾ അച്ഛൻ പറഞ്ഞു, അച്ഛൻ ഭയങ്കരമായ ചൂടായി ബഹളം ഉണ്ടാക്കി. അപ്പോൾ ദാസാർ പറഞ്ഞു, ഞങ്ങൾ ഇന്നുപോലെ ഒരു സംഭവം നടന്ന കാര്യങ്ങൾ അറിയിക്കാനാണ് വന്നത്, ഇപ്പോൾ ഇവിടെ കയറി പോരുമെന്നൊക്കെ പറഞ്ഞു. ഞങ്ങളോടൊക്കെ ഇവിടെ കയറാനല്ല വന്നത് എന്നൊക്കെ വളരെ സൗമ്യ സാർ പറഞ്ഞു. എന്തായാലും ഞാനും ബേബിയും കൂടി അവിടെ കയറി. അത് കഴിഞ്ഞ് ഞങ്ങൾ പണിയുന്ന വീട്ടിൽ കയറി. അതിനുശേഷം തുറന്ന് ഞങ്ങൾ നേരെ KKS ദാസിൻ്റെ വീട്ടിലേക്ക് പോവുകയാണ് ഉണ്ടായത്. അപ്പോൾ അവിടെ നിന്നും വീണ്ടും ഞങ്ങൾ ഒരു 2-3 ദിവസം കഴിഞ്ഞ് ഇവിടെ പോളച്ചെറിയിലെ ചെല്ലപ്പൻ ചേട്ടൻ, എക്കാലത്തും എനിക്ക് ഓർത്തിരിക്കേണ്ട 2 നാമമാണ് ചെല്ലപ്പൻ ചേട്ടനും സാവിത്രി ചേച്ചി. അവരുടെ വീട്ടിൽ, അവരുടെ 2 മുറിയുള്ള ഒരു വീട്ടിലായിരുന്നു കുറച്ച് നാൾ ഞങ്ങൾ താമസിച്ചത്. അപ്പോഴേക്കും ഞാൻ പെരയുടെ പടിയൊക്കെ എത്താണ്ട് മനുഷ്യർക്ക് നമുക്ക് താമസിക്കാവുന്ന ഒരവസ്ഥയിലേക്ക് വീട് വന്നു. മാർച്ച് 16-ാം തീയതി ഞങ്ങൾ വീട്ടിൽ കയറി താമസിച്ചു. കയറി താമസിച്ചെന്ന് പറഞ്ഞാൽ ചെല്ലപ്പൻ ചേട്ടൻ, സാവിത്രി ചേച്ചി എല്ലാവരും കൂടി ഞങ്ങൾ വരുന്നു. അത്യാവശ്യം കയറി കിടക്കാനുള്ള സൗകര്യമുണ്ടെന്നുള്ള ഒഴിച്ചാൽ വെള്ളമില്ല, വെളിച്ചമില്ല, നിറഞ്ഞ വൈദ്യുതി എടുത്തിട്ടില്ല, കിണർ കുത്തിയിട്ടില്ല. അപ്പോൾ അങ്ങനെയാണെങ്കിൽ പോലും ഞങ്ങൾ കുറേ കാലം അവിടെ ജീവിച്ചു. അത് നമ്മൾക്ക് ശരിക്കും പറഞ്ഞാൽ പ്രതിരോധമായി. അപ്പം വീട്ടിലുള്ള ആൾ, പക്ഷേ എന്തായാലും ബേബിയുടെ ഒരു പ്രത്യേകത കൊണ്ടാണെന്ന് എനിക്ക് തോന്നുന്നു. വളരെ പെട്ടെന്ന് ആളുകളെ ഇണക്കിയെടുക്കാൻ കഴിയുന്നൊരു സ്വഭാവം അവൾക്കുണ്ടായിരുന്നത് കൊണ്ടും പലപ്പോഴും അങ്ങനെ ഒരു തുടർച്ചയായ ഒരു ജീവിതം അവിടെ സാധ്യമായി. പിന്നെ വളരെ വർഷങ്ങൾക്ക് ശേഷമാണ് പരിപാടി കുറേയൊക്കെ പൂർത്തീകരിക്കുന്നത്. അങ്ങനെ നമ്മൾ ഉദ്ദേശിച്ച തരത്തിലുള്ള ഒരു ജീവിതം, വളരെ കൃത്യമായ യുക്തിവാദപരമായ ഒരു ജീവിതത്തിലേക്ക് എത്താൻ പറ്റിയത് യഥാർത്ഥത്തിൽ അത്തരം ഒരു വിവാഹമാണ്. അതിന് എന്നെക്കാളേറെ ഒരു പക്ഷേ ത്യാഗം സഹിച്ചത് എൻ്റെ ഭാര്യ ബേബിയാണെന്നുള്ള കാര്യത്തിൽ സംശയം. അപ്പോൾ ഇവരുടെ വീട്ടുകാർ ഇത് അംഗീകരിക്കാൻ എത്ര കാലം എടുത്തു? അദ്ദേഹം പറഞ്ഞത് അവളുടെ ഒരു പ്രത്യേകത സവിശേഷത കൊണ്ടായിരിക്കാം വളരെ പെട്ടെന്ന് തന്നെ, അതായത് 90-ലെ ലാസ്റ്റ് ആകുമ്പോൾ എനിക്ക് ആദ്യത്തെ കുട്ടി പിറക്കുന്നത്. ആ കുട്ടി പിറന്നു കഴിഞ്ഞപ്പോൾ അവളുടെ അമ്മ തന്നെയാണ് വന്ന് നിന്ന് പ്രസവ ശുശ്രൂഷകളൊക്കെ ചെയ്തത്. എന്നാൽ രണ്ടാമത്തെ കുട്ടി അല്ലെങ്കിൽ ഉണ്ടായി കഴിയുമ്പോൾ മറിച്ച് ഞാനാണ് പ്രസവ ശുശ്രൂഷ ചെയ്തത്. അപ്പം ഇങ്ങനെ അവൻ വീട്ടിലെ കാര്യം, കോളേജിലെ കാര്യം, സംഘടനാ കാര്യങ്ങൾ, അങ്ങനെ നിരന്തരമായി ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് നമ്മുടെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട സന്ദർഭങ്ങളൊക്കെ തന്നെ ഇങ്ങനെ കടന്നു പോയിട്ടുള്ളത്. അതിൽ ഒരുപക്ഷെ എനിക്ക് തോന്നുന്നത് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്തിട്ടുള്ളത് എൻ്റെ ഭാര്യ തന്നെയാണെന്നുള്ള കാര്യത്തിൽ സംശയമില്ലെന്ന് മാത്രമല്ല, ആരൊക്കെ നമ്മളെ എതിർത്തു പോകും, നമ്മൾ ഏറ്റവും എനിക്ക് അഭിമാനകരമായി പറയുന്നൊരു കാര്യം ഇതാണ്, ആരൊക്കെയാണോ നമ്മളെ ആ കാര്യത്തിൽ എതിർത്തത് അവരെല്ലാം പിന്നീട് നമ്മുടെ ഇതിലേക്ക് വരികയുണ്ടായി എന്നുള്ളതാണ്. അല്ലെ അവരെയെല്ലാം നമ്മൾ കൂട്ടിച്ചേർത്ത് കൊണ്ട് പോകാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. അപ്പോൾ ആദ്യം എൻ്റെ വിവാഹത്തെ ഏറ്റവും കൂടുതൽ എതിർത്ത അച്ഛൻ, അവസാനം അച്ഛൻ മരിക്കുന്ന സമയത്ത് എൻ്റെ വീട്ടിൽ എൻ്റെ ഭാര്യയുടെ എൻ്റെ ശുശ്രൂഷ ഏറ്റിട്ടാണ് അച്ഛൻ മരിക്കുന്നത്.
അപ്പം വീട്ടിൽ അതുപോലെ എൻ്റെ അമ്മായിയച്ഛനാണെങ്കിലും നമ്മുടെ വീട്ടിൽ നിന്ന് രോഗം വന്ന് മരിക്കുന്ന സമയത്തും ഞങ്ങളെല്ലാ സഹായങ്ങളും എൻ്റെ വീട്ടിൽ നിന്ന് താമസിച്ചിട്ടുണ്ട്. അമ്മായിയമ്മയാണെങ്കിലും വളരെ കൃത്യമായിട്ട് പലപ്പോഴും വഴക്കുണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ പോലും പിന്നീടുള്ള എല്ലാ കാര്യങ്ങളിലും എൻ്റെ കാര്യങ്ങളിലൊക്കെ തന്നെ എൻ്റെ കുട്ടികളുടെ കാര്യത്തിലൊക്കെ വളരെയേറെ സഹായിച്ചിട്ടുണ്ട്. കാരണം അങ്ങനെ ഞാൻ പറഞ്ഞു വന്നത് എൻ്റെ ഒരു സാമർഥ്യത്തെക്കുറിച്ചല്ല പറയുന്നത്, മറിച്ച് ജാതിവിരുദ്ധമായും മതേതരമായും നമ്മൾ ജീവിക്കുന്നത് കൊണ്ട് സമൂഹം നമ്മളെ തിരസ്കരിക്കുമെന്നൊക്കെ പറയുന്നത് വെറുതെയാണ്. എൻ്റെ ജീവിതത്തിൽ ഈ ചെറിയ ചില കാര്യങ്ങളുണ്ടായിട്ടുള്ള പ്രതിഷേധങ്ങൾക്ക് അപ്പുറത്തേക്ക് നമ്മളൊരു കൃത്യമായ നിലപാടിൽ നിന്നാൽ ഒരിക്കലും നമ്മളെ ആർക്കും തോൽപ്പിക്കാൻ കഴിയില്ല എന്നുള്ളതിൻ്റെ ഒരു തെളിവായിട്ടാണ് എൻ്റെ. അല്ലാതെ എൻ്റെ ഒരു വലിയ മഹത്തായിട്ടുള്ള ഒരു ത്യാഗത്തിൻ്റെ കഥയായിട്ടല്ല ഞാൻ പറയുന്നത്, മറിച്ച് അത്തരം ഒരു ജീവിതത്തിൽ പക്ഷേ നമ്മുടെ നിലപാട് വളരെ പ്രധാനമാണ്. നമ്മൾ ഇന്നേ ചെയ്യത്തുള്ളൂ, ഇങ്ങനെ ജീവിക്കത്തുള്ളൂ എന്ന് നമ്മൾ നിർബന്ധം പിടിച്ചു കഴിഞ്ഞാൽ ആ തരത്തിലേക്ക് നമ്മുടെ സമൂഹത്തിന് വളർത്തിയെടുക്കാൻ കഴിയും, അല്ലെ സമൂഹത്തിൽ നമുക്കൊരു സ്ഥാനം ഉണ്ടാക്കിയെടുക്കാൻ കഴിയുമെന്ന് തന്നെയാണ് എൻ്റെ ഒരു വിശ്വാസം. കുട്ടികളുടെ ജീവിതത്തിൽ 2 കുട്ടികളല്ലേ ഞങ്ങൾക്കുള്ളത്, അപ്പോൾ 2 കുട്ടികളുടെ ജീവിതത്തിൽ മതം കടന്നു വന്നിട്ടുണ്ടോ, അല്ലെങ്കിൽ അവരുടെ ജീവിതം രീതി എങ്ങനെയാണെന്നുള്ളതൊന്ന്. മൂത്ത കുട്ടി ഉണ്ടാകുമ്പോൾ അച്ചു ഉണ്ടാകുമ്പോഴും അതിനുശേഷം രണ്ടാമത്തെ കുട്ടി നിച്ചു ഉണ്ടാകുമ്പോഴും രണ്ടുപേരെയും ജാതി മതം ഇല്ലാതെ തന്നെയാണ് നമ്മൾ സ്കൂളിൽ ചേർത്തതും വളർത്തിയതും. അവർ പഠിക്കുന്ന സ്കൂളിൽ അന്നൊന്നും കുട്ടികൾക്ക് ആ തരത്തിലുള്ള പ്രശ്നമുണ്ടായിരുന്നില്ല. മാത്രമല്ല എൻ്റെ കുട്ടികളെ സംബന്ധിച്ച് ഞാൻ ഒരു കാര്യത്തിൽ അവരെ യുക്തിവാദം പഠിപ്പിച്ചിട്ടില്ല, പറഞ്ഞു ക്ലാസ് എടുത്തിട്ടില്ല. മറിച്ച് നമ്മൾ അങ്ങനെയാണ് ജീവിക്കുന്നത് എന്നതുകൊണ്ട് വളരെ കൃത്യമായും നമ്മളെ രീതികളിൽ അറിയപ്പെടുന്നതല്ല നമ്മളെ രീതികളെ തന്നെ ഫോളോ ചെയ്യാൻ അവരെ നിർബന്ധിക്കാതെ തന്നെ അവർക്ക് കഴിഞ്ഞിരുന്നു. പഠിക്കുന്ന കാലത്താണെങ്കിലും സ്കൂളുകളിൽ അവർ ജാതിയില്ലാതെ മതമില്ലാത്ത കുട്ടികൾ മതമില്ലാത്ത ജീവനുകളായിട്ട് പഠിക്കുമ്പോൾ പോലും ആ സ്കൂളിലെ അവരുടെ കായിക കാര്യങ്ങളിലൊക്കെ വളരെ കൃത്യമായിട്ടുള്ള ഒരു സ്ഥാനം അടയാളപ്പെടുത്താൻ അവർക്ക് പറ്റിയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. മാത്രമല്ല എൻ്റെ കുട്ടികൾ പഠിക്കുന്ന സ്കൂളുകളിലൊക്കെ തന്നെ PTA പ്രസിഡൻ്റായിട്ടിരുന്നിട്ടുള്ള ആളാണ് ഞാൻ. ആദ്യം എൻ്റെ കുട്ടിയെ പഠിപ്പിച്ചത് ഗവൺമെൻറ് UP സ്കൂളിലാണ്, LP സ്കൂളിലാണ്. പിന്നീട് ഒരു 3 വർഷം കഴിയുമ്പോൾ എനിക്ക് അവിടുന്ന് മാറ്റം, കാരണം ജോലിയുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് മാറേണ്ടി വന്നതുകൊണ്ട് അവിടെ നിന്ന് മാറ്റി അടുത്ത സ്കൂളിൽ ഞാൻ പഠിച്ച സ്കൂളിൽ തന്നെ ആക്കി. അവിടെയാണ് മൂത്തയാളും ഇളയാളും പഠിച്ചത്. 2 ആൾ പഠിക്കുന്ന സമയത്ത് ഞാൻ ആ സ്കൂളിലെ PTA പ്രസിഡൻ്റാണ്. പിന്നെ അവർ ഹൈസ്കൂളിൽ പഠിക്കുമ്പോൾ ഹൈസ്കൂളിലെ PTA പ്രസിഡൻ്റാണ്. ഞാനെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞു വരുന്നതെല്ലാം എൻ്റെ ഒരു മഹത്വമായിട്ടാണ് പറയുന്നത്, മറിച്ച് നമ്മളൊരു നിലപാടിൽ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ജാതിയും മതവും ഇല്ല എന്നതുകൊണ്ട് ഒരു പൊതുസമൂഹം നമ്മളെ തിരസ്കരിക്കുന്ന പ്രശ്നമില്ല എന്ന് ചൂണ്ടിക്കാണിക്കാനാണ് പറഞ്ഞത്. മൂത്തയാളെ പിന്നീട് LLB എല്ലാം എടുത്തു, വക്കീലായ വനിത മൈത്രി. ഇളയാളാണ് മനുജ മൈത്രി. അങ്ങനെ അവൾ ജേർണലിസം മേഖലയിലാണ് നിൽക്കുന്നത്. അപ്പോൾ ഈ 2 കുട്ടികളെയും വളർത്തിയെടുക്കുന്നതിൽ എന്നെപ്പോലെ തന്നെ നിർണായകമായിട്ടുള്ള പങ്ക് വഹിച്ചിട്ടുള്ളത് എൻ്റെ ഭാര്യ തന്നെയാണ്. കാരണം സംഘടനയുടെ എല്ലാ പരിപാടികളിലും കുട്ടികൾ കുട്ടികളായിരിക്കുന്ന കാലം മുതൽ തന്നെ അവരൊരു സ്വയമായിട്ട് ചിന്തിക്കാൻ കഴിയുന്ന പ്രായം വരെ സംഘടനയുടെ എല്ലാ പരിപാടികളിലും ഞങ്ങൾ കുടുംബസമേതം അവിടെ പങ്കെടുത്തുകൊണ്ടിരുന്നത്. അങ്ങനെ പങ്കെടുത്തതിൽ നിന്നാണ് എന്നെപ്പോലെ തന്നെ ഒരു ബഹുജന സ്വാധീനം അല്ലെ ആളുകൾ, പ്രത്യേകിച്ച് സംഘടനയിലുള്ള ആളുകളെ അടുത്തറിയാൻ കഴിഞ്ഞതും അങ്ങനെ സംഘടനയിലൂടെ ആ തരത്തിൽ വളർന്നു വന്നു എന്നതുകൊണ്ട് തന്നെ അവരെ പ്രത്യേകിച്ച് യുക്തിവാദം പഠിപ്പിക്കേണ്ടതായിട്ടൊരു അവസ്ഥ ഉണ്ടായിട്ടില്ല. അവർ ഒരുപക്ഷെ എന്നെക്കാളും സാമർഥ്യമായിട്ട് കാര്യങ്ങൾ ചെയ്യാൻ, സംസാരിക്കാനും വിഷയങ്ങൾ വിശകലനം ചെയ്യാനും ഒക്കെയുള്ള കഴിവുള്ളവർ തന്നെയാണെന്നാണ് എൻ്റെ വിശ്വാസം. സാർ ആദ്യകാലത്ത് അധ്യാപനമായിരുന്നല്ലോ ജോലിയായിട്ട് സ്വീകരിച്ചിരുന്നത്. അപ്പോൾ ഈ അധ്യാപന കാലം എത്ര കാലം തുടർന്നു, അധ്യാപനം എത്ര കാലം തുടർന്നു, അതിനുശേഷം സർവീസിലേക്ക് കയറിയല്ലോ. അപ്പോൾ ആ ജോലി കാര്യങ്ങളെ കുറിച്ച് ഒന്ന് വിശദീകരിക്കാമോ? ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ ഏതാണ്ട് 18-ാമത്തെ വയസ്സിൽ ഞാൻ 17-ാം വയസ്സിൽ ഒരു അധ്യാപന ട്യൂഷൻ ടീച്ചറായി തുടങ്ങിയെങ്കിലും തുടർന്ന് ഒരു 10-20 വർഷത്തോളം പാരലൽ കോളേജ് മേഖലയിൽ വിവിധ കോളേജുകളിലായിട്ട് പഠിപ്പിക്കുന്നുണ്ട്. അങ്ങനെയാണ് ശരിക്കും പറഞ്ഞാൽ എൻ്റെ ജീവിതത്തിൻ്റെ ഒരു ഏണിംഗ് ഒക്കെ ഉണ്ടാകുന്നത്. എനിക്ക് പറഞ്ഞ പോലെ വീട് പണിയിലേക്കൊക്കെ വരുന്ന അങ്ങനെ സാഹചര്യത്തിലാണ്. ഈ അധ്യാപനത്തിന്റെ ഇടയ്ക്ക് സാറിന്റെ ഈ ഒരു ആശയം ഉള്ളതുകൊണ്ട് കുട്ടികളിലേക്ക് ഈ ആശയം പകർത്താൻ പറ്റിയോ? ഒരു പ്രശ്നമുണ്ട്, കുട്ടികളോട് കൃത്യമായ കാര്യങ്ങൾ പറയുമായിരുന്നു. ഇനി ഞാൻ യുക്തിവാദിയാണ് എന്നതുകൊണ്ട് എനിക്ക് കുട്ടികളുടെ എണ്ണത്തിലൊരു കുറവുണ്ടായിരുന്നില്ല. കുട്ടികൾ ഏറ്റവും കൂടുതൽ എൻ്റെ ക്ലാസ്സിലായിരുന്നു, പ്രത്യേകിച്ച് ഇംഗ്ലീഷ് ആയിരുന്നതുകൊണ്ട് ധാരാളം കുട്ടികൾ എനിക്കുണ്ടായിരുന്നു. അങ്ങനെയാണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ഞാൻ ഇപ്പോൾ പറഞ്ഞ പോലെ വീടൊക്കെ വെക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാകുന്ന യഥാർത്ഥത്തിൽ അങ്ങനെയാണ്. അങ്ങനെ ഇരിക്കെയാണ് ഞാൻ LLB പഠിക്കാനായിട്ട് ചേരുന്ന എൻ്റെ ഏറ്റവും വലിയ സുഹൃത്തായ ജോസ് ചങ്കടത്ത് എന്ന് പറയുന്ന അദ്ദേഹമാണ് എന്നോട് പറഞ്ഞത് LLBക്ക് ചേരണം, LLBക്ക് ചേർന്നാൽ നമുക്ക് പിന്നീട് അടുത്ത പ്രൊഫഷനിലേക്ക് പോകാം. അദ്ദേഹത്തിന് നിർബന്ധം കൊണ്ട് യഥാർത്ഥത്തിൽ ഞാൻ MG യൂണിവേഴ്സിറ്റിയിലെ ലോ കോളേജിലെ സ്കൂൾ ഓഫ് ഇന്ത്യൻ ലീഗൽ തോട്ടിൽ ചേർന്ന് പഠിക്കുന്നത്. അത് ഞാൻ 96-ലാണ് ചേരുന്നത്. 96-ൽ ചേർന്നു, 98-ൽ എനിക്ക് ജോലി കിട്ടുന്നത് ആദ്യം തൊടുപുഴയിലാണ്. അപ്പോൾ അന്ന് സർക്കാർ സർവീസ് എന്ന് പറയുന്നതൊന്നും എനിക്ക് അത്ര ഓർമ്മയില്ല, അല്ലെങ്കിൽ സർക്കാർ സർവീസിലേക്ക് ഉള്ളൊരു ആ പ്രായത്തിൻ്റെ ഒരു അവിവേകം കൂടി ഉണ്ട്. ഇൻഡസ്ട്രീസ് ആൻഡ് കൊമേഴ്സ്, അതായത് വ്യവസായ വകുപ്പിലെ. അപ്പം ഞാൻ അധികം PSC പരീക്ഷ എഴുതിയിട്ടില്ല.
കാരണം എന്ന് വെച്ചാൽ ആ സമയത്ത് ഞാൻ ഈ സംഘടനാ രംഗത്ത് വളരെ പൂർണ്ണമായി മുഴുകിയിരിക്കുന്ന ഒരു സമയമായതുകൊണ്ടും ഈ പറയുന്ന പോലെ ഇതിൻ്റെ കാര്യങ്ങൾ നിൽക്കുന്നതുകൊണ്ടും അതിനിടയിൽ വിവാഹം നടന്ന ഒരു സാഹചര്യത്തിലൊക്കെ തന്നെ ഒരു സർക്കാർ ജോലിയിലേക്കെന്നുള്ള ഒരു താല്പര്യം അന്നല്ല അന്നൊന്നും നമുക്ക് ഈ സർക്കാർ ജോലിയെക്കുറിച്ചൊന്നും വലിയ കാര്യമായിട്ടുള്ള PSCയെക്കുറിച്ചൊന്നും വലിയ പിടുത്തങ്ങളൊന്നുമില്ല. ഇപ്പോഴാണ് കുട്ടികൾക്കെല്ലാം വളരെ കൃത്യമായിട്ട് അറിയാവുന്നത്. എന്തായാലും ഞാൻ 2-3 പരീക്ഷ എഴുതി. എനിക്ക് വ്യവസായ വകുപ്പിലെ LD ക്ലർക്കായിട്ട് ജോലി കിട്ടി. ആ ജോലി കിട്ടി തൊടുപുഴ വന്നു. തൊടുപുഴ വന്ന പിറ്റേ ആ വർഷത്തിൽ തന്നെ തൊടുപുഴയിൽ നിന്ന് ഓഫീസ് ചെറുതോണിയിലേക്ക് മാറുന്നു. പിന്നെ ഏതാണ്ട് 7 വർഷം ചെറുതോണിയിലാണ് നമ്മുടെ ജീവിതം. അതിനിടയിൽ ഞാൻ LLB പാസ്സായി. അതിനിടയ്ക്ക് ഞാൻ MA പാസ്സായി. ഇങ്ങനെ വിദ്യാഭ്യാസവും സംഘടനാ പ്രവർത്തനവും സാമൂഹ്യ പ്രവർത്തനവും അതുപോലെ തന്നെ ജോലിയും എല്ലാം കൂടി ഉള്ള ഒരു വലിയ ശ്രമകരമായിട്ടുള്ള ഒരു സാഹചര്യത്തിലായിരുന്നു ഞാൻ വന്നത്. മാത്രമല്ല ആ സമയത്ത് പലവിധ അസുഖങ്ങളുണ്ടായി. 98 ഞാൻ ഏതാണ്ട് മരണാസന്നമായൊരവസ്ഥയിൽ മെഡിക്കൽ കോളേജിൽ അഡ്മിറ്റായി. അങ്ങനെ പക്ഷേ അതിലൊക്കെ ആ സമയത്തൊക്കെ എൻ്റെ ഭാര്യയും എൻ്റെ കുടുംബമൊക്കെ പൂർണ്ണമായിട്ട് സപ്പോർട്ട് ചെയ്ത് എൻ്റെ സുഹൃത്തുക്കളൊക്കെ തന്നെ വളരെ കാര്യമായി സപ്പോർട്ട് ചെയ്തുകൊണ്ട് അവരുടെ ഇടയ്ക്ക് പറഞ്ഞാൽ എനിക്ക് സർവൈവ് ചെയ്യാൻ കഴിഞ്ഞത്. എന്നിലും പിന്നീട് ഞാൻ നിയമപഠനം നടന്നെങ്കിലും സർവീസിലിരുന്നത് കൊണ്ട് എനിക്കൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. പിന്നീട് ഞാൻ ഇടുക്കിയിൽ നിന്നും വീണ്ടും ഞാൻ ചങ്ങനാശ്ശേരിയിലേക്ക് വരുന്നു. ചങ്ങനാശ്ശേരിയിൽ നിന്ന് കയർ ഇൻസ്പെക്ടറായിട്ട് ഞാൻ കായംകുളത്തു നിന്ന് വ്യവസായ വികസന ഓഫീസറായിട്ട് തിരൂർ, അങ്ങനെ വ്യത്യസ്ത ജില്ലകളിലായി ആണ് 10-20 വർഷത്തെ സർവീസ് നമ്മൾ നടത്തിയത്. അതിനുശേഷം വീണ്ടും ഞാൻ വരുന്നു സംഘടനാ രംഗത്തേക്ക് ഇങ്ങനെ വരികയുണ്ടായി. ഈ കാര്യത്തിലൊക്കെ അന്നുമൊക്കെ എൻ്റെ ഒരു പ്രത്യേകത അല്ല ഒരു പ്രശ്നമെന്ന് പറയുന്നത് ഏതാണ്ട് ഉറങ്ങുന്ന സമയം ഒഴിച്ചാൽ ബാക്കി മുഴുവൻ സമയം തന്നെ ഈ പറയുന്ന പ്രവർത്തനങ്ങളിൽ ഇടപഴകിയിരുന്നത് കൊണ്ടും ആ സമയത്തും സംഘടനയുടെയും യുക്തിരേഖയുടെയും പ്രവർത്തനങ്ങളും പിന്നെ എൻ്റേതായിട്ടുള്ള എഴുത്തുകളും എല്ലാം കൂടി മുഴുകിയിരുന്നത് കൊണ്ട് സത്യത്തിൽ എന്താണ് ജീവിതം എങ്ങനെ പോയി എന്ന് സത്യത്തിൽ അത്ഭുതകരമായിട്ട് ഒരു സംഘടനാ തലത്തിൽ പറയുകയാണെങ്കിൽ ഒരു തീപ്പൊരി പ്രാസംഗികൻ എന്ന് തന്നെയാണ് സംഘടനാ തലത്തിൽ സാറിനെ അറിയപ്പെടുന്നത്. അപ്പോൾ മാത്രമല്ല കർക്കശ സ്വഭാവമുള്ള ആളെന്ന് പറയുന്നത് കർക്കശക്കാരനായ ഒരു തീപ്പൊരി പ്രാസംഗികനായ ഒരു തീവ്ര എഴുത്തുകാരനായ അങ്ങനെ പല മേഖലകളിലാണ് സാറിനെ ഈ സംഘടനാ തലത്തിലും സമൂഹത്തിലും അറിയപ്പെടുന്നത്. അപ്പോൾ ഇതെല്ലാം കൂടി സാറിന് ഒത്തുപോകുന്നത് കുടുംബജീവിതം ഇത് ഒരുപാട് ബുദ്ധിമുട്ടായില്ലേ? അപ്പോൾ ഭാര്യ ഒരുപാട് അതിനോട് അഡ്ജസ്റ്റ് ചെയ്തല്ലേ പറ്റുണ്ടായിരുന്നുള്ളൂ ആ സമയത്തൊക്കെ? നിശ്ചയമായിട്ടും ഭാര്യ അഡ്ജസ്റ്റ് ചെയ്തിരുന്നു. കാരണം എന്താ വെച്ചാൽ അഡ്ജസ്റ്റ് ചെയ്തിരുന്നു എന്നല്ല പറയേണ്ടത്. ആദ്യകാലങ്ങളിലൊന്നും ഞങ്ങൾ തമ്മിൽ അങ്ങനെ കാര്യമായിട്ടുള്ള അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരുന്നില്ല. പിന്നെ സ്വാഭാവികമായും കുടുംബങ്ങളിലുണ്ടാകുന്ന കലഹങ്ങളൊക്കെ ധാരാളം ഉണ്ടാകുമായിരുന്നു. ഇണക്കവും പിണക്കവും ഒക്കെ ഏതാണ്ട് സമ്മിശ്രമായിട്ട് തന്നെ പോയിരുന്നു. ഇതിനിടയിൽ എനിക്ക് ഉണ്ടായൊരു വലിയ ഒരു മെച്ചമെന്ന് പറയുന്നത് എൻ്റെ വിവാഹത്തെ എൻ്റെ കുടുംബം പൂർണ്ണമായിട്ട് എതിർത്തിരുന്നെങ്കിലും എൻ്റെ പെങ്ങളുടെ വിവാഹം എൻ്റെ വീട്ടിൽ വെച്ച് തന്നെ മിശ്രവിവാഹമായിട്ട് നടത്താൻ കഴിഞ്ഞു എന്ന് പറയുന്നൊരു അഭിമാനം എനിക്കുണ്ട്. അതിലും ഏതാണ്ട് ഒരു കാര്യമായ പങ്കുവെച്ചത് ഞാൻ തന്നെയാണ്. അപ്പം ഒരു വ്യത്യസ്ത മതത്തിൽപ്പെട്ട ആളുകളായിട്ടുള്ള ആളുകളെ കൊണ്ട് തന്നെ എൻ്റെ വീട്ടിൽ വെച്ച് അങ്ങനെ ഒരു മിശ്രവിവാഹം സംഘടിപ്പിക്കാൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ പറയുന്ന കാര്യങ്ങളിലൊക്കെ എൻ്റെ ഭാര്യ മാത്രം അല്ല, എൻ്റെ മക്കളും അതുപോലെ തന്നെ എൻ്റെ അമ്മായി അച്ഛനും അമ്മായിയമ്മയും ഒക്കെ കൃത്യമായിട്ട് സപ്പോർട്ട് ചെയ്തുകൊണ്ടാണ് എനിക്ക് ഈ രംഗങ്ങളിലെല്ലാം പോയി കഴിഞ്ഞത്. കാരണം ഞാൻ വീടുകളില്ലാത്ത സമയത്ത് ഞാൻ പറഞ്ഞല്ലോ ഏതാണ്ട് 10-12 വർഷം ഞാൻ ജില്ല വിട്ടുള്ള ജോലിയിലാണ് ചെയ്തത്. ആ ജോലി ചെയ്യുന്നതുകൊണ്ട് തന്നെ എൻ്റെ വീട്ടിൽ ഞാനില്ല എങ്കിൽ ആ വീട്ടിലെ ആവശ്യങ്ങൾക്ക് നിവർത്തിക്കാനായിട്ട് അവർക്ക് കൂട്ടായിട്ടിരിക്കാനൊക്കെ ആളുണ്ടായിരുന്നു എന്നതുകൊണ്ടാണ് ഞാൻ, അല്ലാതെ എൻ്റെ ഒരു സാമർഥ്യം കൊണ്ട് മാത്രമാണെന്ന് ഒരിക്കലും ഞാൻ പറഞ്ഞിട്ടില്ല. പക്ഷേ അതൊന്നും ഞാൻ അങ്ങനെ ഒരു ഷെയർ ഇല്ലെങ്കിലും ആ ഒരു സപ്പോർട്ട് നിശ്ചയമായിട്ടും ഉണ്ടായിരുന്നു. ആ സപ്പോർട്ടിൻ്റെ ശൂന്യത യഥാർത്ഥത്തിൽ അറിയുന്നത് ഭാര്യയുടെ മരണത്തിന് ശേഷമാണ്. അപ്പം അങ്ങനെ വരുമ്പോൾ നമുക്ക് ശരിക്കും പറഞ്ഞാൽ എന്താണ് ജീവിതത്തിൻ്റെ ശൂന്യത എവിടെയാണെന്ന് ബോധ്യപ്പെടുന്ന ഒരു അവസരമാണത്. സാറിന് സർവീസിലിരുന്ന സമയത്ത് സാറിൻ്റെ ഈ സംഘടനാ പ്രവർത്തനം സർവീസിനെ ഏതെങ്കിലും തരത്തിൽ ബാധിച്ചിട്ടുണ്ടോ? സംഘടനാ പ്രവർത്തനം ബാധിച്ചിട്ടില്ല. കാരണം ഞാൻ ഈ സർവീസിലിരുന്നപ്പോൾ ഒരു യുക്തിവാദി, നമ്മൾ ഈ സർവീസിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് നമ്മളൊരു ഓഫീസിൽ നിന്ന് മറ്റൊരു ഓഫീസിലേക്ക് ചെല്ലുന്നതിന് മുമ്പ് തന്നെ നമ്മൾ ആരാണെന്നുള്ള വാർത്ത അവിടെ എത്തിയിരിക്കും. പ്രത്യേകിച്ച് നമ്മുടെ സർവീസ് വേറെ പ്രശ്നം കൂടെയുണ്ട്. നമ്മുടെ വ്യക്തിപരമായ കാര്യങ്ങൾ, ആ ജാതിപ്പെട്ട ആളാണ്, എങ്ങനെ കല്യാണം കഴിച്ച ആളാണെന്നൊക്കെ വരെയുള്ള കാര്യങ്ങൾ വളരെ കൃത്യമായും മറ്റുള്ളിടത്തേക്ക് എത്തപ്പെടും എന്നുള്ളത് നമ്മുടെ സർവീസിൻ്റെ പ്രത്യേകതയാണ്. അപ്പോൾ ഞാനൊരു യുക്തിവാദിയാണ് എന്നുള്ളതും അഡ്രസ്സ് ചെയ്യപ്പെടുന്ന ഒരാളാണ് എന്നതുകൊണ്ട് തന്നെ എനിക്ക് സർവീസിൽ ഏത് ഓഫീസ് ചെന്നാലും അതിൻ്റേതായ ഒരു അർഹത കിട്ടിയിട്ടുണ്ട്. ഉണ്ടോ നിശ്ചയമായി. പ്രത്യേകിച്ച് ഇടുക്കിയിലൊക്കെ ഈ സമയത്ത് അവിടുത്തെ വെൽഫെയർ ക്ലബിൻ്റെ സെക്രട്ടറി ആയിരുന്നു ഞാൻ. ഒരുമാതിരിപ്പെട്ട കാര്യങ്ങളൊക്കെ നമ്മൾ വഴി അല്ലാതെ പോകില്ലായിരുന്നു. പിന്നെ എനിക്ക് കിട്ടിയിട്ടുള്ള ഏറ്റവും വലിയ അതുകൊണ്ട് കിട്ടിയിട്ടുള്ള ഒരു നേട്ടം നമ്മുടെ സ്വാതന്ത്ര്യമാണ്. എനിക്കൊരിക്കലും സർവീസിലിരിക്കുക സാധാരണഗതിയിൽ പല ആളുകൾക്കും ഒരിക്കലും സ്വാതന്ത്ര്യം ഉണ്ടാവില്ലെങ്കിലും എനിക്ക് യഥേഷ്ടം പോകാനും വരാനുമുള്ള ഒരു സാഹചര്യം പല ഓഫീസർമാരും ഞാൻ എന്നെ ആളാണെന്ന് അറിയാവുന്നത് കൊണ്ടായിരിക്കാം
പിന്നെ ആളാണ്. ഇപ്പം നമ്മൾ കറപ്റ്റഡ് അല്ല. കാരണം ഏറ്റവും വലിയ ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിക്കാൻ പറ്റും, പറ്റും. മാത്രമല്ല ഇപ്പോൾ ഓഫീസിലൊക്കെ താമസിച്ച് ജോലി ചെയ്യുന്ന സമയത്ത് നമ്മൾ വർക്ക് മുഴുവൻ ചെയ്തിട്ട് അവിടെ നിന്ന് ഇറങ്ങത്തുള്ളൂ. ഒരിക്കലും പെൻഡിങ്ങിൻ്റെ പ്രശ്നം വരുന്നില്ല എന്നതുകൊണ്ടും എനിക്ക് യുക്തിവാദി എന്ന നിലയിൽ സർവീസിൽ മാന്യമായിട്ടുള്ള സ്ഥാനം എല്ലായിടത്തും കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ എപ്പോൾ വരുന്നു പോകുന്നു അല്ല ഞാൻ എന്നുള്ള കാര്യങ്ങൾ പലരും അന്വേഷിക്കാറില്ലായിരുന്നു. അങ്ങനെ ഒരു സ്വാതന്ത്ര്യം കൂടുതൽ അനുഭവിച്ചു വന്നതുകൊണ്ട് എൻ്റെ പ്രവർത്തനങ്ങൾക്ക് ഒരിക്കലും തടസ്സം വന്നിട്ടില്ല. മാത്രമല്ല ഞാൻ തിരിഞ്ഞിരിക്കുന്ന സമയത്താണ് യുക്തിവാദ സംഘത്തിൻ്റെ യുവജന ക്യാമ്പ് നടത്തുന്നതും സാഹിത്യ ക്യാമ്പ് നടക്കുന്നതും പല സമ്മേളനമൊക്കെ നടക്കുന്നതൊക്കെ ഞാൻ അവിടെ ഇരിക്കുന്ന സമയത്താണ്. അപ്പോൾ അതുകൊണ്ട് ആ മേഖലയിലും കൂടുതൽ കൂടി വിപുലമായിട്ട് പ്രവർത്തിക്കാൻ കഴിഞ്ഞു എന്നുള്ളതൊരു സത്യമാണ്. സാർ എത്ര കാലം സെക്രട്ടറി പോസ്റ്റിൽ ഇരുന്നിട്ടുണ്ട്? ഞാൻ സംസ്ഥാന കമ്മിറ്റിയിലേക്കാണോ കൂടുതൽ കാലം വരുന്നത്? ജില്ലാ കമ്മിറ്റിയിൽ പിന്നെ ഓൾറെഡി സെക്രട്ടറി പോസ്റ്റ് ഉണ്ട്. സംസ്ഥാന ഘടകത്തിലേക്ക് എത്ര കാലം സെക്രട്ടറി ആയിട്ട് സേവനം അനുഷ്ഠിച്ചു? ഞാൻ 81-ൽ സംസ്ഥാന കമ്മിറ്റിയിൽ വന്നതിന് ശേഷം ഏതാണ്ട് ഇപ്പോഴും ഞാൻ സംസ്ഥാന കമ്മിറ്റി അംഗമാണ്. ഇടയ്ക്ക് ഒരു 2-3 വർഷം സ്ഥാനം മാറി നിന്ന് ചോദിച്ചാൽ അത്രയും കാലം സംസ്ഥാന കമ്മിറ്റി അംഗമായിട്ട് ഞാൻ ഇരുന്നിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ കാലം സംസ്ഥാന ജനറൽ സെക്രട്ടറി എന്ന സ്ഥാനത്തിരിക്കുന്ന ഏതാണ്ട് 15 വർഷം ജനറൽ സെക്രട്ടറി ആയിട്ട് സംഘത്തിൽ പല ഘട്ടങ്ങളിലായിട്ടാണ് ജനറൽ സെക്രട്ടറി ആയിരുന്നിട്ടുണ്ട്. ഏതാണ്ട് 10ഓളം വർഷം വൈസ് പ്രസിഡൻ്റായിട്ട് ഇരുന്നിട്ടുണ്ട്. പിന്നെ സെക്രട്ടറിയുടെ അംഗമായിട്ട് ഇങ്ങനെ എല്ലാ മേഖലയിലും സംഘടനാ രംഗത്ത് എനിക്ക് അർഹിക്കുന്നതിൽ കൂടുതൽ സ്ഥാനമാനങ്ങൾ കിട്ടിയിട്ടുണ്ട് സംഘടനയിൽ. പിന്നെ അതുകൂടാതെ സംഘടനയുടെ മുഖമാസ യുക്തിരേഖ ഏതാണ്ട് ഒരു 8 വർഷത്തോളം എൻ്റെ മാനേജറായിട്ട് ഞാൻ ഇരുന്നിട്ടുണ്ട്. പിന്നീട് കഴിഞ്ഞ 2016 മുതൽ ഇപ്പോഴും ഞാൻ അതിൻ്റെ എഡിറ്ററായിട്ട് വർക്ക് ചെയ്യുന്നു. അതെ, യുക്തിവാദ മേഖലയിലെ ഒരേ ഒരു യുക്തിവാദ മാസികയാണല്ലോ യുക്തിരേഖ. അപ്പോൾ അതിൻ്റെ എഡിറ്ററായിട്ടും അതിൻ്റെ എഴുത്തുകളിലും സാറാണല്ലോ ഏറ്റവും കൂടുതൽ പ്രാതിനിധ്യം വഹിക്കുന്നയാൾ. അപ്പോൾ യുക്തിരേഖ മാസികയെക്കുറിച്ച് ഇപ്പോൾ ഈ കാലഘട്ടത്തിൽ യുക്തിരേഖ മാസിക അതിൻ്റെ ഒരു പ്രചരണം അത് കൂട്ടേണ്ട കാലഘട്ടമല്ലേ ഇത്? യുക്തിരേഖ സത്യത്തിൽ ഒരേ സമയം നമുക്കൊരു ബാധ്യതയും അതേസമയം നമുക്കൊരു മെച്ചം കൂടിയാണ്. കാരണം കേരളത്തിൽ ധാരാളം യുക്തിവാദ മാസികകൾ ഉണ്ടായിരുന്നുവെങ്കിലും അതെല്ലാം നിന്നുപോയി. ഈ ഒരു മാസിക യുക്തിരേഖ മാത്രമാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. അത് നിലനിർത്തുക എന്ന് പറയുന്നത് ചിലർ പറയും ഇപ്പം പ്രിൻ്റ് മീഡിയയുടെ കാലമല്ല, ഇത് നമ്മൾ ഡിജിറ്റൽ കാലമായതുകൊണ്ട് തന്നെ ആവശ്യമില്ലെന്ന് പറയുമെങ്കിൽ പോലും ഇതിൻ്റെ ആവശ്യക്കാർ ധാരാളമുണ്ട്. കാരണം നമ്മുടെ ധാരാളം ആളുകൾ ഒരിലൊക്കെ ഇറങ്ങാൻ താമസിച്ചെങ്കിൽ നമ്മൾ വിളിച്ച് അന്വേഷിക്കുന്നവരുണ്ട്. യുക്തിരംഗവാദ രംഗത്ത് ഒരു പ്രസിദ്ധീകരണം എന്ന് പറയുന്നത് അത് യുക്തിവാദി സംഘത്തിൻ്റെയും മൊത്തം യുക്തിവാദികളുടെ ഒരു അഭിമാനം തന്നെയാണെന്ന കാര്യത്തിൽ അത് സംശയമില്ല. അതുകൊണ്ട് എത്ര കഷ്ടപ്പെട്ടായാലും മാസം നിലനിർത്തണം എന്നുള്ള നിർബന്ധം. നമുക്കിപ്പോൾ ശമ്പളം കൊടുക്കേണ്ടാത്ത അല്ലെങ്കിൽ നമുക്കൊരു സ്റ്റാഫിന് അല്ലെങ്കിൽ നമുക്കൊരു ഇതിൻ്റെ മറ്റ് ചിലവുകൾക്ക് പ്രിൻറ്റിങ്ങിനും പോസ്റ്റിങ്ങിനുമുള്ള ചിലവൊഴിച്ചാൽ മറ്റൊരു ചിലവും നമുക്കില്ല എന്നതുകൊണ്ട് മാത്രമാണ് ഈ സ്ഥാപനം നടത്തിക്കൊണ്ട് പോകാനായിട്ട് നമുക്ക് സാധിക്കുന്നത്. സാറ് ശാസ്ത്ര മാസികകളായിട്ടും ഒരുപാട് ചരിത്ര പുസ്തകങ്ങളും അതുപോലെ നോവൽ ഉൾപ്പെടെയുള്ള എഴുത്തിൻ്റെ തന്നെ സാധാരണ എഴുത്തുകാർ ഏതെങ്കിലും ഒരു മേഖല മാത്രം സഞ്ചരിക്കുന്നവരായിരിക്കും. പക്ഷേ ഇത് വ്യത്യസ്തമായിട്ട് പല പല മേഖലകളിൽ കൂടെ കാണുന്നത് ശാസ്ത്ര പുസ്തകങ്ങൾ, അതുപോലെ തന്നെ യുക്തിവാദ ഗ്രന്ഥങ്ങൾ, യുക്തിവാദ മാസികകൾ, ചരിത്ര ഗ്രന്ഥങ്ങൾ, ഒപ്പം നോവലുകൾ, വളരെ ഹൃദയസ്പർശിയായ നോവലുകൾ, ഇതെല്ലാം കൂടി എങ്ങനെ അതിനകത്ത് ഉണ്ടാകുന്ന ഒരു രസതന്ത്രം എന്താ? ഞാൻ ഈ എഴുതാൻ തുടങ്ങുന്നത് ശരിക്കും പറഞ്ഞാൽ യുക്തിവാദ കൃതികൾ എഴുതാൻ തുടങ്ങുന്നത് യുക്തിവാദ സംഘത്തിൻ്റെ പഠന ക്ലാസ്സുകളുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടാണ്. അപ്പം നമുക്ക് പഠന വിഷയങ്ങളിൽ പ്രത്യേകിച്ച് എന്താണ് യുക്തിവാദം, എന്താണ് ഭൗതികവാദം, അല്ലെ എന്താണ് മാർക്സിസം, അപ്പോൾ അങ്ങനെ ബന്ധപ്പെട്ട് ഓരോ വിഷയങ്ങൾ വരുമ്പോൾ പിന്നെ ഇന്ത്യയുടെ ഭൗതികശാസ്ത്രം എന്താണ്, അല്ല ഭൗതികവാദ ചിന്ത എന്താണ്, വൈദേശിക ഭൗതികവാദ ചിന്തകളുടെ പ്രത്യേകത എന്താണ്, വിദേശ, അങ്ങനെ നമ്മൾ ഓരോ വിഷയം പഠിക്കേണ്ടി വരുമ്പോഴും അത് നമുക്ക് പ്രസൻറ്റ് ചെയ്യേണ്ടി വരുമ്പോഴും അതിൻ്റെ ഒരു ഗൈഡ് എന്ന നിലയിലാണ് പലപ്പോഴും ഞാൻ അത്തരം പുസ്തകങ്ങളിലേക്ക് എഴുതാനായിട്ട് ശ്രമിച്ചിട്ടുള്ളത്. ഉദാഹരണം പറഞ്ഞാൽ നാരായണ ഗുരുവിനെ കുറിച്ച് ധാരാളം പുസ്തകങ്ങൾ മലയാളത്തിൽ ഒരു പക്ഷേ ഏറ്റവും കൂടുതൽ എഴുതപ്പെട്ടുള്ള പുസ്തകം നാരായണ ഗുരുവിനെ കുറിച്ച്. പക്ഷേ ഞാനതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നാരായണ ഗുരുവിനെ അയ്യങ്കാളിയും താരതമ്യം ചെയ്യുമ്പോൾ തന്നെ നാരായണ ഗുരുവിനെ യുക്തിവാദിയായ നാരായണ ഗുരു 2016 ശേഷമുള്ള നാരായണ ഗുരുവും 2016 മുമ്പുള്ള നാരായണ ഗുരുവും തികച്ചും വ്യത്യസ്തമാണ്. അപ്പോൾ ആ രീതിയിലുള്ള ഒരു താരതമ്യ പഠനമാണ് നടത്തിയത്. അതുപോലെ തന്നെ ആര്യദ്രാവിഡ വിവാദം ഭഗവത്ഗീതയുടെ രാഷ്ട്രീയം എന്നുള്ള പുസ്തകത്തിൽ വളരെ കൃത്യമായി എന്താണ് ഭഗവത്ഗീത മുന്നോട്ട് വയ്ക്കുന്ന രാഷ്ട്രീയമെന്നും അതിനെ ജാതിയുടെ മാനിഫെസ്റ്റോ എന്ന രീതിയിലെന്താ. അപ്പം ഞാൻ ഓരോ വിഷയത്തിലും അത് നമുക്കൊരു റെഫറൻസ് ആയിട്ട് എങ്ങനെ ഉപയോഗിക്കാൻ പറ്റും എന്നുള്ളതായിരുന്നു പലപ്പോഴും എൻ്റെ അത്തരം ഒരു സമീപനം ഉണ്ടായിരുന്നതുകൊണ്ട് എൻ്റെ പഠനങ്ങളുടെ അല്ലെ ക്ലാസ്സുകളുടെ ഭാഗമായിട്ടാണ് യഥാർത്ഥത്തിൽ അത്തരം കൃതികൾ ഞാൻ എഴുതിയിട്ടുള്ളത്. പിന്നെ സമകാലികമായ രാഷ്ട്രീയ പ്രശ്നങ്ങളെ വിശദീകരിച്ചുകൊണ്ടാണ് പലപ്പോഴും ലേഖനങ്ങൾ എഴുതിയിട്ടുള്ളത്. എന്നാൽ നോവൽ എഴുതുന്നതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ ഈ ഒരു എഴുത്തുകാരനെ സംബന്ധിച്ച് അവൻ്റെ ആത്മാവിഷ്കാരത്തിന് ഏറ്റവും കൂടുതൽ സാധ്യതയുള്ളത് നോവലിലാണ്. അപ്പോൾ എൻ്റെ 2 നോവലുകൾ ഞാൻ പ്രസിദ്ധീകരിച്ചതിനകത്ത് സത്യത്തിൽ അത് അതെല്ലാം നടന്ന സംഭവങ്ങളാണ്.
അല്ലാതെ അതിനകത്തൊരു ഭാവന എൻ്റെ ക്ലൈമാക്സിൽ ഞാൻ എന്തെങ്കിലും മാറ്റി വരുത്തിയിട്ടുള്ള ഒഴിച്ചാൽ ബാക്കിയെല്ലാം എൻ്റെയോ എൻ്റെ കൂടെ നിൽക്കുന്നവരായ ആളുകളുടെ ജീവിതാനുഭവങ്ങൾ തന്നെയാണ്. അത് യാതൊരു സംശയമില്ല. കാരണം അത്തരം തീവ്രമായ അനുഭവങ്ങൾ ഞാൻ തന്നെയാണെങ്കിൽ എൻ്റെ ജീവിതത്തിലാണെങ്കിലും വളരെ രൂക്ഷമായിട്ടുള്ള അനുഭവങ്ങൾ, നിരന്തരമായ പ്രശ്നങ്ങൾ, അത് മുമ്പ് പറഞ്ഞ പോലെ സംഘടനയും സമൂഹവും കുടുംബവും വ്യക്തികളും ഭാര്യയും മക്കളും എല്ലാം ആകുമ്പോൾ ഉണ്ടാകുന്ന ഒരു സംഘർഷാത്മകരവസ്ഥ, അത് വ്യത്യസ്ത നമ്മുടെ സുഹൃത്തുക്കൾക്കുണ്ടായിട്ടുള്ള അനുഭവങ്ങൾ, ആ അനുഭവങ്ങളൊക്കെ തന്നെയാണ് യഥാർത്ഥത്തിൽ മറ്റ് ഏതിനേക്കാളും എനിക്ക് തോന്നുന്ന ഒരു എഴുത്തുകാരൻ്റെ മീഡിയം ഏറ്റവും നല്ലത് അവൻ ആവിഷ്കരിക്കാൻ കഴിയുന്നത് നോവലാണ് എന്നതുകൊണ്ടാണ് ആ മേഖലയിലേക്ക് ഞാൻ പോയത്. പിന്നെ ഓരോ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചെറിയ കൃതികൾ ധാരാളം എഴുതിയിട്ടുണ്ട് ലഘുലേഖകൾ. അത് സംഘടനയുടെ ആവശ്യത്തിന് വേണ്ടിയാണ് പലപ്പോഴും എഴുതിയിട്ടുള്ളത്. ഓക്കെ സാറിന് ഇത്രയും എഴുത്തുകൾ പൂർത്തിയാക്കിയപ്പോൾ ഏറ്റവും സംതൃപ്തി തോന്നിയത് ഏത് ഗ്രന്ഥം? അങ്ങനെ നമുക്ക് പ്രത്യേകിച്ച് പറയാൻ പറ്റില്ല. എന്നാന്ന് ചോദിച്ചാൽ ഏതെങ്കിലും ഒരു കൃതി ഒരാൾ വായിച്ചിട്ട് ആ വായിച്ചതിനെക്കുറിച്ച് അതിൻ്റെ ഒരു വിമർശനം നമ്മൾ പറയുമ്പോഴാണ് നമുക്ക് സന്തോഷം തോന്നുന്നത്. ഇപ്പോൾ എൻ്റെ രണ്ടാമതിറങ്ങിയ നോവൽ വായിച്ചിട്ട് പലർക്കും വലിയ, കാരണം അതൊരു സൈക്കോളജിക്കൽ ആയിട്ടുള്ള ഒരു ആസ്പെക്റ്റിൽ ബന്ധപ്പെടുത്തിയിട്ടുള്ള ഒരു കുടുംബജീവിതത്തിൻ്റെ വൈരുദ്ധ്യങ്ങളും സംഘർഷങ്ങളുമാണ് ഇത് പറയുന്നത്. അപ്പോൾ അത് വായിച്ചിട്ട് വളരെ നല്ല അഭിപ്രായം പറഞ്ഞ ആളുകളുണ്ട്. ഇനി മോശമായ അഭിപ്രായമാണ് പറയുന്നതെങ്കിൽ പോലും അതൊരു സന്തോഷം ഒരു എഴുത്തുകാരനെ സംബന്ധിച്ച്. കാരണം എന്താ വെച്ചാൽ അയാൾ അത് വായിച്ചു എന്നുള്ളതിൻ്റെ ഏറ്റവും നല്ല തെളിവാണല്ലോ അങ്ങനെ പറയുന്നത്. പക്ഷേ നമ്മുടെ മലയാളത്തിൽ ഇപ്പോഴും ഈ യുക്തിവാദം പറയുന്ന ഒരു സാഹിത്യം എന്ന് പറയുന്നത് വളരെ കുറവാണ്. അപ്പോൾ എൻ്റെ ഈ 2 നോവലുകളിലും യുക്തിവാദം ബേസ് ചെയ്തിട്ടുള്ളതാണ് 2 കൃതികളും എന്നതുകൊണ്ട് തന്നെ അത്തരം നോവലുകളിൽ വ്യത്യസ്തമായ നോവലാണ്. പിന്നെ എഴുത്തിലാണെങ്കിലും ഈ എല്ലാ ആളുകളും ആത്മീയതയെക്കുറിച്ച് വാചാലമായിട്ട് സംസാരിക്കുമ്പോൾ ആത്മീയത അല്ലാത്തൊരു പാരമ്പര്യം ഇന്ത്യക്കുണ്ട് എന്നും ഇന്ത്യക്കും കേരളത്തിനും സംഭാവന ചെയ്തിട്ടുള്ള സാമൂഹ്യ രംഗത്ത് നേട്ടം ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് വളരെ കൃത്യമായിട്ടും ഭൗതികവാദപരമായിട്ടുള്ള കാഴ്ചപ്പാടാണ്, ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളാണ് എന്നുള്ള ഒരു ചരിത്രപരമായ വസ്തുതയാണ്. അപ്പോൾ ആ വസ്തുതയെ മറച്ചു വെക്കാൻ പാടില്ല എന്നുള്ളതാണ് മറ്റു തരത്തിലുള്ള എഴുത്തിൻ്റെ ഒരു പ്രശ്നം. സാറിൻ്റെ ജീവിതത്തിൽ ഏറ്റവും തിക്തമായ അനുഭവങ്ങൾ ഈ സാമൂഹിക പ്രവർത്തനങ്ങളിലിടയ്ക്കും സംഘടനാ പ്രവർത്തനത്തിൻ്റെ കൂടെയും അതുപോലെയുള്ള ഇതുവരെയുള്ള ജീവിതത്തിലെ ഏറ്റവും തിക്തമായ അനുഭവങ്ങൾ അത് എടുത്തു പറയാൻ പറ്റുന്ന 1-2 എണ്ണം പറയാൻ പറ്റും? ഒന്ന്, എനിക്ക് ഈ പൊതു ജീവിതത്തിൽ സാമൂഹിക ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ തിക്തമായ അനുഭവങ്ങളെന്ന് പറയുന്നത് നമ്മൾ ജനങ്ങൾക്കിടയിൽ നിന്ന് അത്ര പരമായിട്ടുള്ള ആക്രമണങ്ങൾ, അങ്ങനെ ചില പറയുന്ന യുക്തിവാദം പറഞ്ഞാൽ ആളുകൾ ആക്രമിക്കുന്നതൊക്കെ പറയും. പക്ഷേ അങ്ങനെ ഒരിക്കൽ മാത്രം, അതായത് പോപ്പിൻ്റെ സന്ദർശനവുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് കേരളത്തിലെ പോപ്പിൻ്റെ സന്ദർശനത്തിനെതിരെ വളരെ ക്യാമ്പയിൻ നമ്മൾ നടത്തിയായിരുന്നു. അത് പ്രത്യേകിച്ച് നമ്മൾ ഈ കത്തോലിക്ക സഭയിലെ തന്നെ പുരോഗമന ചിന്താഗതിയുള്ള അച്ഛന്മാരടക്കമുള്ള ആളുകൾ നമ്മൾ കേന്ദ്രീകരിച്ചുകൊണ്ട് അന്ന് ജാതിവിരുദ്ധ മതേതരയുടെ ആഭിമുഖ്യത്തിൽ നമ്മൾ കുറേയേറെ ക്യാമ്പയിനുകൾ കേരളത്തിൽ നടത്തി. അങ്ങനെ ഒരു ക്യാമ്പയിൻ നടത്തി ഞങ്ങൾ ഏറ്റുമാനൂരിലെ പോപ്പിൻ്റെ വരവിനെതിരെ ഒരു നടത്തിയ യോഗത്തിൽ, ആ യോഗത്തിൽ വെച്ച് ഞങ്ങൾ സംസാരിച്ചിരുന്ന സമയത്ത് അവിടുന്ന് ശക്തമായിട്ട് കത്തോലിക്കരായിട്ടുള്ള കുറേ ആൾ നമ്മളത് ആക്രമിക്കുക അടിക്കുകയൊക്കെ ചെയ്തു. പക്ഷേ എനിക്ക് അടി കൊണ്ടില്ല. അതിന് തന്നെ പോലീസ് തന്നെ വളരെ ശക്തമായിട്ട് തന്നെ പോലീസുകാർ വന്ന് സംരക്ഷിച്ചുകൊണ്ട് പോവുകയും അതിനുശേഷം SI ഇറങ്ങിയിട്ട് അതിഗംഭീരമായിട്ട് അവരെ അടിക്കുകയൊക്കെ ചെയ്തു. അതിൽ പ്രതിഷേധിച്ചുകൊണ്ട് ആ വർഷത്തിൽ തന്നെ ഏറ്റുമാനൂരിൽ നമ്മൾ വളരെ ഗംഭീരമായൊരു പൊതുയോഗം നടത്തിക്കൊണ്ട് അവിടുത്തെ ഈ പറയുന്ന ആളുകളുടെ ഗുണ്ടകളെ വെല്ലുവിളിച്ചുകൊണ്ട് പരിപാടി നമ്മൾ നടത്തിയ ഒരു വലിയ സംഭവമാണ്. പിന്നെ മറ്റൊന്ന്, PM ആൻ്റണിയുടെ 6-ാം തിരുമുറവ് നാടകം നിരോധിക്കുന്ന സമയത്ത് ആ നാടകത്തിൻ്റെ അവസാന വേദിയിൽ ആ നാടകത്തിൻ്റെ വേദി നടത്തിയത് ജാതിവിരുദ്ധ മതേതര വേദിയാണ്, കലവൂരിൽ വെച്ചാണ്. ആ കലവൂരിൽ വെച്ച് ആ നാടകം നടക്കുന്നതിന് തൊട്ട് മുമ്പ് ആ വേദിയിൽ ഏതാണ്ട് ഈ നാടകത്തെക്കുറിച്ച് 1.5 മണിക്കൂറോളം PM ആൻ്റണി പറഞ്ഞതനുസരിച്ച് ഞാൻ സംസാരിക്കുകയുണ്ടായി. പക്ഷേ ആ കലവൂരിൽ നാടകം നടന്നതിന് പിറ്റേ ദിവസം കളക്ടർ നാടകം നിരോധിച്ചു. അതുമായി ബന്ധപ്പെട്ടുള്ള കോട്ടയത്ത് ഞങ്ങൾ നടത്തിയ ഒരു വലിയ പ്രതിഷേധ ജാഥയും പരിപാടി നടത്തിയപ്പോൾ അതിൽ ഞങ്ങളെ പോലീസ് അറസ്റ്റ് ചെയ്യുകയും ഞങ്ങൾ നാടകം വഴി ജാഥ നടത്തിയെന്നല്ല, ഞങ്ങൾ പള്ളി പൊളിക്കാൻ പോയി എന്ന രീതിയിലാണ് അന്ന് പോലീസ് അറസ്റ്റ് ചെയ്ത് 3 ദിവസം ഞങ്ങൾ ജയിലിൽ കിടക്കേണ്ടി വന്നു. അന്ന് KS ദാസ്, KK മന്മഥന്, PO ജോൺ തുടങ്ങിയിട്ടുള്ള കുറേ അധികം 10-30 ആളുകൾ ഞങ്ങളെ അന്ന് ജയിലിലിട്ടു. ആ 3 ദിവസം ഞങ്ങൾ ജയിലിൽ കിടന്ന അവസാനം കുമരൻ ശങ്കടിമാനപ്പോൾ ഒരാൾ വന്നാണ് ഞങ്ങൾക്ക് ജാമ്യം ഇറങ്ങിത്തരുന്നത്. പിന്നെ അതുപോലെ അനുഭവം ഉണ്ടായത്, അതെനിക്ക് ഒരു കാരണമൊക്കെ പറഞ്ഞാൽ ഞാൻ എൻ്റെ ഒരു അവിവേകത്തിൻ്റെ കൂടെ ഒരു പ്രശ്നമാണ്. ഞാൻ ജോലിയിലിരിക്കെ നയനാങ്കോണത്തെ ഒരു ഭൂസമരമായിട്ട് ബന്ധപ്പെടുത്തിക്കൊണ്ട് ആ സമരത്തിൽ ഞങ്ങൾ പങ്കെടുക്കുകയും അന്ന് അതുമായി ബന്ധപ്പെട്ട് പോലീസ് അറസ്റ്റ് ചെയ്യുകയും, ഏതായാലും അന്ന് അറസ്റ്റ് ചെയ്തുവെങ്കിലും ഞാനും മിസ്റ്റർ ഋഷികുമാറും ഉണ്ടായിരുന്നു. ഞങ്ങളെ രണ്ടിനെയും രാവിലെ മുതൽ വൈകുന്നേരം വരെ കസ്റ്റഡി വെച്ചു. പക്ഷേ ജോലിയുള്ള കാലമാണ്. എന്തായാലും പോലീസ് എന്നെ ഉപദ്രവിച്ചില്ല, അല്ലെങ്കിൽ പോലീസ് അന്ന് റിപ്പോർട്ട് ചെയ്തില്ല എന്നതുകൊണ്ടായിരിക്കാം. ഇല്ല, അതുകൊണ്ടാണ് പറഞ്ഞത്. അത് പോലീസ് ഒരു പക്ഷേ നമ്മളെ അന്ന് രേഖപ്പെടുത്താഞ്ഞത് കൊണ്ടായിരിക്കാം സർവീസ് ബാധിച്ചില്ല. അങ്ങനെ കുറേ അനുഭവങ്ങൾ തന്നെ അതുണ്ടായിട്ടുണ്ട്. അല്ലാതെ പൊതുസമൂഹത്തിൽ നിന്ന് അങ്ങനെ ഒരു ആക്രമണമോ അത്തരത്തിലൊരു നിലപാടുകളോ ഒരിക്കലും ഉണ്ടായിട്ടില്ല. കാരണം നമ്മൾ എന്തെല്ലാം മേഖലകളിൽ, ഇപ്പം ജോസഫ് സാറിൻ്റെ കൈവിട്ട സമയത്ത് നമ്മൾ തൊടുപുഴയിൽ നടത്തിയ ജാഥ,
മൂവാറ്റുപുഴ നടത്തിയ പരിപാടികൾ, അതുപോലെ തന്നെ ജാവേദ ടീച്ചറിൻ്റെ പ്രശ്നം, സിസ്റ്റർ ലൂസി കളപ്പുരയായിട്ട് ബന്ധപ്പെട്ട് ഇതിലെല്ലാം നമ്മൾ ഇറങ്ങി തിരിച്ചവരാണ്. ഇതിലെല്ലാം ഇറങ്ങി തിരിക്കാൻ വേണ്ടി സമരങ്ങൾ ജയിക്കാൻ പ്രകടനം പൊതുസമ്മേളനങ്ങളൊക്കെ നടത്തിയിട്ടൊന്നും നമുക്ക് അങ്ങനെ ഒരു സംഘർഷം ഉണ്ടായിട്ടില്ല. എനിക്കതിൽ മനസ്സിലായൊരു കാര്യം, നമ്മൾ ജനപക്ഷത്ത് നിന്നുകൊണ്ട് വളരെ കൃത്യമായൊരു നിലപാടിലേക്കാണ് പോകുന്നത് എങ്കിൽ അങ്ങനെയൊന്നും ആൾക്കാർ പ്രതിഷേധിക്കുന്ന സംഭവമൊന്നുമില്ല. ഇത് നമ്മുടെ ആളുകൾ പറഞ്ഞു പരത്തുന്നൊരു കാര്യമാണ്. ആ മതത്തിനെതിരെ പറഞ്ഞാലുള്ള ആൾക്കാർ ഉപദ്രവം, ഇതൊക്കെ തെറ്റായൊരു ധാരണയാണ്. നമ്മളുടെ കൃത്യമായ നിലപാട് മതത്തിനെതിരെയാണോ ദൈവത്തിനെതിരെയാണോ നമ്മൾ പറയുന്നത്, നമ്മളുടെ പ്രവർത്തനത്തിൻ്റെ ഉദ്ദേശം എന്താണ് എന്ന് ജനങ്ങൾക്ക് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ ഒരു കാരണവശാലും ജനങ്ങൾ അങ്ങനെ നമ്മൾ എതിർക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല എപ്പോഴും. പിന്നെ ആരെങ്കിലും പറഞ്ഞു വിട്ട് വളരെ കൃത്യമായ ഉദ്ദേശത്തോടു കൂടി ചെയ്യണമെന്ന് വെച്ചാൽ ചെയ്യുമായിരിക്കും. അതിന് ഇപ്പം ഒരാൾ വിചാരിച്ചാലും മതി അത് ചെയ്യാനായിട്ട്. ഈ കാലഘട്ടത്തിൽ സ്വതന്ത്രമായ യുക്തിവാദ പ്രവർത്തനം സാധ്യമാണെന്ന് വിശ്വസിക്കുന്നുണ്ടോ? യുക്തിവാദ പ്രവർത്തനത്തിന് ഒരു കാലഘട്ടത്തിലും നമുക്കെതിരായിട്ട് വരേണ്ട ഒരു പ്രശ്നമില്ല. മാത്രമല്ല ഇന്നിപ്പം എനിക്ക് തോന്നുന്നത് നമ്മുടെ സമൂഹത്തിൽ ഏറ്റവും പുതിയ തലമുറ ആവശ്യപ്പെടുന്നത് വളരെ ശക്തമായ നാസ്തിക പ്രചാരണമെന്ന് തോന്നുന്നു. കാരണം യൂറോപ്പിൽ പടർന്നു പിടിച്ച നവനാസ്തികത പ്രസ്ഥാനം ഇന്ന് ലോകമെമ്പാടും പടർന്നു പിടിക്കുകയും ഇന്ന് ലോകത്തിലെ ഹാപ്പിനെസ് ഇൻഡെക്സ് നിൽക്കുന്ന രാജ്യങ്ങളിൽ ഏതാണ്ട് ഭൂരിപക്ഷം രാജ്യങ്ങളും ജാതിയും മതവും എല്ലാം ഉപേക്ഷിക്കപ്പെട്ട സമൂഹങ്ങളാണ്. അപ്പോൾ നാസ്തികത അല്ലെങ്കിൽ യുക്തിവാദം എന്ന് പറയുന്നത് നമ്മുടെ സമൂഹത്തിലൊന്നും ആവശ്യമുള്ള ഒരു കാര്യമാണ് എന്നും അതിനെ ഇടപെടുന്നത് കൊണ്ട് ആരും നമ്മളെ ദ്വേഷിക്കുമെന്നൊരു പ്രശ്നമില്ല. പക്ഷേ ഇതിലൊക്കെ പറയുമ്പോഴും എല്ലാം മുമ്പേ പറഞ്ഞ പോലെ തന്നെയാണ് നമുക്കൊരു നിലപാട് വേണം. അപ്പം ഞാൻ ആരാണ്? ഞാൻ യുക്തിവാദമാണ് പറയുന്നതെങ്കിൽ എൻ്റെ ജീവിതത്തിൽ അത് കാണണം. നാസ്തികതയാണ് പറയുന്നതെങ്കിൽ എൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ ഘട്ടങ്ങളിലും അത് കാണണം. മറിച്ച് ഇത് വെറും ഒരു രീതിക്ക് പറയുകയും വേറെ രീതി ജീവിക്കുകയും ചെയ്യുമ്പോഴാണ് സമൂഹം എപ്പോഴും ചോദ്യം ചെയ്യുന്നത്. ഇപ്പം എന്നെയും നമ്മളെപ്പോലുള്ള ആളുകളെയൊന്നും അങ്ങനെ ഒരിക്കലും സമൂഹത്തിന് അങ്ങനെ ചോദ്യം ചെയ്യാൻ കഴിയാത്തൊരു സാഹചര്യം ഉണ്ടാകുമ്പോഴാണ് നമ്മൾ സ്വാഭാവികമായിട്ടും നമ്മൾ അക്കാര്യത്തിലൊക്കെ വിജയിക്കുന്നത്. സാർ ഫാമിലിയായിട്ട് കുടുംബമായിട്ട് ഇങ്ങനെ യുക്തിവാദിയായിട്ട് ജീവിച്ചു വരികയാണല്ലോ, മക്കളും ഭാര്യയും സാറും അടങ്ങുന്ന ഒരു യുക്തിവാദ കുടുംബം. ആ യുക്തിവാദ കുടുംബത്തെ നിങ്ങളുടെ സമൂഹം, ആ രാജ്യം, ആ ദേശം അംഗീകരിച്ചിരുന്നോ? അതായത് ആ സമൂഹത്തിൽ നിങ്ങളുടെ കുടുംബത്തിന് അംഗീകാരം ലഭിച്ചിട്ടുണ്ടായിരുന്നോ? ഞാൻ നേരത്തെ അത് വ്യക്തമാക്കിയതാണ്. നമ്മൾ യുക്തിവാദപരമായിട്ട് ജീവിക്കുന്നു എന്നതുകൊണ്ടും നമ്മൾ അമ്പലത്തിലോ പള്ളിയിലോ പോകുന്നില്ല എന്നതുകൊണ്ടും എൻ്റെ കുട്ടികൾക്ക് ജാതി മതമില്ലാതെ വളരുന്നതുകൊണ്ടും എൻ്റെ സമൂഹത്തിലോ എൻ്റെ അയൽക്കാർക്കിടയിലോ എൻ്റെ നാട്ടിലോ എനിക്ക് യാതൊരു തരത്തിലുള്ള തിരസ്കാരവും ഉണ്ടായിട്ടില്ല. എന്ന് മാത്രമല്ല എൻ്റെ ഭാര്യ ഒരു ഇടതുപക്ഷ പ്രവർത്തകയായിട്ട് മാറുന്നത് തന്നെ അവിടെ ഞങ്ങളുടെ പഞ്ചായത്തിലെ 2011 പഞ്ചായത്ത് ഇലക്ഷനിൽ ആയിരുന്നില്ല എന്താ പറയുന്നത്. അതായത് 2011 പഞ്ചായത്ത് ഇലക്ഷൻ വരുമ്പോൾ ഭാര്യയെ ഞങ്ങളുടെ വാർഡിൽ സ്ഥാനാർത്ഥിയാക്കണമെന്ന് പാർട്ടി തീരുമാനിക്കുകയും അതനുസരിച്ച് എന്നോട് ചോദിക്കുകയും ചെയ്തപ്പോൾ അവളോട് ആ കാര്യം സംസാരിച്ചപ്പോൾ പുള്ളിക്കാരത്തെ സമ്മതിക്കാതെ, അന്ന് വരെ ഇടതുപക്ഷ പാർട്ടിയൊന്നുമല്ല, അതൊരു UDF മണ്ഡലമായിരുന്നു. ഭാര്യ ബേബി അല്ല ജോസി സ്ഥാനാർത്ഥിയായി നിന്നു. അങ്ങനെ ഒരു UDF മണ്ഡലത്തിൽ LDFൻ്റെ സ്ഥാനാർത്ഥിയായി പുള്ളിക്കാരത്തി ജയിച്ചു എന്ന് പറയുന്നത് ആ നാട്ടിലൊരു ആദ്യമായിട്ട് സ്വീകാര്യത അതിന് നമുക്ക് തെളിവാണ്. കാരണം വോട്ട് കിട്ടി ഒരു നാസ്തി അല്ലെങ്കിൽ യുക്തിവാദിയായ ഒരാൾ പാർട്ടിയുടെ ചിഹ്നത്തിൽ നിന്ന് മത്സരിച്ചു ജയിച്ചു എന്ന് പറയുന്ന ഒരു സാമൂഹിക അംഗീകാരം തന്നെയാണ്. അത് പിന്നെ പുള്ളിക്കാരത്തി പാർട്ടിയിലേക്ക് സജീവമാവുകയും ഒക്കെ ചെയ്തു. അതിൻ്റെ ഇത് പിന്നീട് അതിൻ്റെ ഒരു തുടർച്ച നമുക്കുണ്ടായി. ഞാൻ പറഞ്ഞു വന്നതെന്നു ചോദിച്ചാൽ അത്ര വലിയൊരു സാമൂഹിക തിരസ്കാരം മറ്റും ഒന്നും ഉണ്ടായില്ല എന്ന് മാത്രമല്ല, എൻ്റെ വൈഫ് മരിക്കുന്ന സമയത്ത് ഒരു പക്ഷേ ഞങ്ങളുടെ നാട്ടിൽ ഏറ്റവും കൂടുതൽ ആൾ പങ്കെടുത്ത ഒരു ശവസംസ്കാര ചടങ്ങായിരിക്കണം അത്. കാരണം എന്നെക്കാൾ കൂടുതലായി ഒരു ജനകീയ അംഗീകാരം അല്ലെങ്കിൽ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ഒരു സ്വാധീനം ഉണ്ടായിരുന്നു എന്നുള്ളൊരു തെളിവാണ്. അപ്പം ഞാൻ പറഞ്ഞത് അവിടെ നമ്മൾ ജീവിതത്തിൽ ഒരിക്കൽ പോലും ഒരു ആചാരമോ അനുഷ്ഠാനമോ നടത്താതെ, ഇപ്പോൾ അച്ഛൻ മരിക്കുന്ന സമയത്ത് എൻ്റെ വീട്ടിൽ കിടന്ന അച്ഛൻ വിശ്വാസിയാണെങ്കിലോ അല്ലെങ്കിലും അച്ഛൻ മരിക്കുമ്പോൾ ഞാൻ വളരെ കൃത്യമായി പറഞ്ഞിരുന്നു എൻ്റെ വീട്ടിൽ കിടന്നാണ് മരിക്കുന്നെങ്കിൽ യാതൊരു കർമ്മങ്ങളും ചെയ്യില്ല. അത് വളരെ കൃത്യമായി നമ്മൾ ചെയ്തു. അവിടെ ആളുകൾ വന്നവരാരും ഒരു മുറിവുറുപ്പോ എന്തെങ്കിലും പറയുമോ എന്ന് ചെയ്തു ഞങ്ങളുടെ ബന്ധുക്കളോ സുഹൃത്തുക്കളോ ആരും ചെയ്തിട്ടില്ല. അപ്പം നമ്മുടെ എല്ലാ മക്കളുടെ രണ്ടുപേരുടെയും കല്യാണം ആചാരഹിതമായിട്ട് നടന്നപ്പോഴും എൻ്റെ ബന്ധുക്കൾ മുഴുവൻ ഉണ്ടായിരുന്നു. 1000-1500 പേര് പങ്കെടുക്കുന്ന സമൂഹത്തിൽ വെച്ചാണ് കല്യാണം നടക്കുന്നത്. അപ്പോൾ അവിടെയൊന്നും എനിക്കൊരു സാമൂഹിക തിരസ്കാരത്തിൻ്റെ പ്രശ്നം ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. എന്ന് മാത്രമല്ല ആളുകൾ കൂടുതലായി നമ്മളെ അംഗീകരിക്കുന്നു. ഇപ്പം ഞാൻ കഴിഞ്ഞ 10-15 വർഷമായിട്ട് ഞങ്ങളുടെ ലൈബ്രറിയുടെ പ്രസിഡൻ്റായിട്ടിരിക്കുകയാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് എന്നെ അങ്ങനെ ഒരു സ്ഥാനത്തേക്ക് വരുന്നത്? എൻ്റെ ഒരു സൗന്ദര്യം കൊണ്ടല്ല, മറിച്ച് നമ്മുടെ ഒരു നിലപാടിൻ്റെ പ്രശ്നമായിരിക്കാം. അങ്ങനെ നിലപാടുകളിൽ വളരെ കൃത്യത നമുക്കുണ്ടെങ്കിൽ നമുക്കൊരു സാമൂഹിക തിരസ്കാരം ഉണ്ടാവില്ല എന്ന് ഇപ്പോഴും എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. എൻ്റെ ജീവിതത്തിൽ എനിക്ക് തോന്നുന്നത് എപ്പോഴും അത് ശരിയായിട്ട് വന്നിട്ടുള്ള ഒരു കാര്യം. ഇതുവരെ നമുക്കത് ശരിയായിട്ട് തന്നെ തോന്നിയിട്ടുള്ളൂ.
സാർ ഒരു കാര്യം കൂടി ചോദിച്ചിട്ടുണ്ട്. ഇപ്പോൾ വൈഫിൻ്റെ മരണം സാറിന് കുറച്ച് നാൾ മുന്നാണല്ലോ വൈഫിൻ്റെ മരണം ഉണ്ടായിരുന്നത്. അതിനുശേഷം സാറിൻ്റെ ജീവിതത്തിൽ ഒരു ഒറ്റപ്പെടൽ അവസ്ഥ എങ്ങനെയാണ് സാർ അതിനെ അതിജീവിക്കുന്ന ഈ സാമൂഹ്യ പ്രവർത്തനങ്ങളിൽ കൂടെ ഇപ്പോൾ അതിജീവിച്ചു വരികയാണോ? അല്ല, ഞങ്ങൾ പറഞ്ഞ പോലെ 34 വർഷത്തെ ജീവിതം, അതുപോലെ 5 വർഷത്തെ പ്രണയകാലം എല്ലാം കൂടി ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിലും അത് വളരെ ആകസ്മികമായിട്ടുള്ള ഒരു മരണമെന്ന നിലയിൽ സ്വാഭാവികമായി നമുക്ക് ഉൾക്കൊള്ളാൻ വലിയ ബുദ്ധിമുട്ടുണ്ട്. അത് അവശേഷിപ്പിക്കുന്ന ഒരു ശൂന്യത എന്തായാലും ഉണ്ടാകും. അത് മനുഷ്യനെന്ന നിലയിൽ വളരെ സ്വാഭാവികമായി ഉണ്ടാകുന്ന, കാരണം നമുക്ക് പകരം വെക്കാൻ പറ്റാത്ത ഒരു കാര്യമാണ് അത് എന്നതുകൊണ്ട് വളരെ ഇതുണ്ട്. പക്ഷേ എൻ്റെ മക്കളും കുടുംബവും കുടുംബാംഗങ്ങളും സുഹൃത്തുക്കളും എല്ലാം എന്നോടൊപ്പം നിൽക്കുന്നു എന്നതുകൊണ്ടും എൻ്റെ സാമൂഹിക ജീവിതത്തെക്കുറിച്ചുള്ള നമ്മുടെ കാഴ്ചപ്പാടിൽ നിന്നും നമുക്കതിനെ അതിജീവിക്കാൻ കഴിയും എന്നൊരു വിശ്വാസമാണ് എനിക്കുള്ളത്. ഓക്കെ, വളരെ നന്ദി സാർ. ഇത്രയധികം സമയം ക്യാമറയ്ക്ക് മുന്നിൽ സംസാരിച്ച് സാറിൻ്റെ വ്യക്തി ജീവിതത്തിലും സാറിൻ്റെ സാമൂഹിക ജീവിതത്തിലും ഉണ്ടായ കുറേയധികം കാര്യങ്ങൾ ഞങ്ങളുമായി പങ്കുവച്ചതിൽ വളരെയധികം നന്ദി രേഖപ്പെടുത്തുന്നു.